ദൈവവചന ധ്യാനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുകയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ആമുഖമായി ഒന്ന് വായിച്ച് സഹായിക്കേണ്ടതുണ്ട്. അനിവാര്യമെങ്കിൽ ചില വചനങ്ങളും ഇടയ്ക്ക് വായിച്ച് സഹായിക്കേണ്ടി വരും. എബ്രായ ലേഖനം 5:7. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കാം. കണ്ണീരോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മഹാദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പാദാന്തികം അണയുന്നു. അങ്ങയുടെ പുത്രൻ കാൽവരി ക്രൂശിൽ ഒഴുക്കിയ പുണ്യാഹ രക്തത്തിലൂടെ ഞങ്ങൾക്ക് തന്ന വീണ്ടെടുപ്പിൻ അനുഭവങ്ങൾക്കായി സ്തോത്രം. അതുകൂടാതെ ഒരാളെങ്കിലും ഇന്ന് ദൈവവചന കേൾവിക്കായി ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തോട് തമ്പുരാൻ ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ശബ്ദപരിധിക്കുള്ളിൽ ഏതൊരാളെയും ഉൾപ്പെടുത്തി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗം കഴിയുമ്പോഴേക്ക് ഈ ദേശത്തിൻ്റെ സ്ഥിതി അങ്ങ് മാറ്റണമേ. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വായിച്ചിരിക്കുന്ന അനുഗ്രഹീത ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം. വിശുദ്ധ ബൈബിള് 66 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ്. ഈ ബൈബിൾ 2 ഭാഗങ്ങളാണ്. അതിൻ്റെ ആമുഖ ഭാഗം പഴയ നിയമം എന്ന് നമ്മൾ വിളിക്കും. അതിൻ്റെ ഉത്തരഭാഗം പുതിയ നിയമമെന്നും അറിയപ്പെടും. നമ്മൾ ക്രൈസ്തവർ പഴയ നിയമം എന്ന് വിളിക്കുന്ന അതിൻ്റെ പൂർവഭാഗത്തെ യഹൂദന്മാർ വിളിക്കുന്ന പേര് വാസ്തവത്തിൽ തനാക്ക് എന്നാണ്. തനാക്ക് എന്നത് ഒരു ചുരുക്കെഴുത്താണ്. തോറ, നബീം, കെത്തുബീം എന്നിങ്ങനെ 3 ഭാഗങ്ങളായി അവരതിനെ തിരിക്കുന്നു. തോറ എന്നാൽ ന്യായപ്രമാണം എന്നും, നബീം എന്നാൽ പ്രവാചകന്മാരെന്നും, കെത്തുബീം എന്നാൽ സങ്കീർത്തനമടക്കമുള്ള വിജ്ഞാന സാഹിത്യങ്ങളെന്നും അർത്ഥം വരും. അവ സംക്ഷേപിച്ച് ആദ്യ അക്ഷരം തോറയുടെ തായും നബീമിലെ നായും കെത്തുബീമിലെ കായും ചേർത്ത് തനാക്ക് എന്നാണ് പറയുക. നമ്മൾ ജൂതന്മാരോട് സംസാരിക്കുമ്പോൾ തനാക്കിൽ നിന്ന് ഞാനൊന്ന് ഉദ്ധരിക്കട്ടെ എന്ന് ചോദിച്ചാൽ അർത്ഥം ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നിന്ന് ഞാൻ സംസാരിക്കട്ടെ എന്നാകുന്നു. അങ്ങനെ തനാക്കെന്ന് വിളിക്കുന്ന പഴയ നിയമം നമ്മളറിയുന്ന 27 ഗ്രന്ഥങ്ങളുള്ള പുതിയ നിയമം. ഇതാണ് ബൈബിള്. ഈ വിശുദ്ധ ബൈബിൾ ലോകത്ത് തന്നെ ഏറ്റവും അധികം വായനക്കാരുള്ള ഗ്രന്ഥമാണ് എന്ന് നമുക്കറിയാം. ഏറ്റവും അധികം. അത്രയും വായനക്കാർ അതിനുണ്ടാകാനുള്ള കാരണം ഇത് അപ്രാപ്യമായ ഒരു ഭാഷയോ സാഹിത്യമോ ഉപയോഗിച്ചല്ല വിരചിതമായിട്ടുള്ളത് എന്നാണ്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഇതിഹാസങ്ങളും വേദങ്ങളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് സംസ്കൃതത്തിലാണ്. അറബ് ദേശത്ത് അറബ് ഭാഷയിൽ രൂപപ്പെട്ടിട്ടുള്ള സാഹിത്യങ്ങളുണ്ട്. ഈ ഭാഷകൾക്കൊക്കെ അതിൻ്റേതായ ചില സവിശേഷതകളുണ്ട്. എന്നാൽ ബൈബിളിൻ്റെ ഭാഷയ്ക്കൊരു പ്രത്യേകത, എബ്രായ എന്ന ഹീബ്രു താരതമ്യേന എളുപ്പമുള്ള ഭാഷയാണ്. സങ്കീർണമായ വ്യാകരണ നിയമങ്ങളില്ല. പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും പ്രസന്റ് ടെൻസും ഇല്ല. 3 അക്ഷരങ്ങളുള്ള ക്രിയാ സംവിധാനമാണ് അതിനുള്ളത്. ആകെ പദങ്ങളുടെ എണ്ണം 10,000-ൽ താഴെയാണ്. ഇംഗ്ലീഷിൽ നമുക്ക് 7 ലക്ഷത്തിലധികം വാക്കുകളുള്ളപ്പോൾ എബ്രായ ഭാഷയുടെ ആകെ സമ്പത്ത് 10,000-ൽ താഴെ മാത്രം.
പദ ദൗർലഭ്യമുള്ള ഒരു ഭാഷ. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നല്ലോ, അത് സംസ്കൃതത്തിൻ്റെ വ്യാകരണ നിയമങ്ങളോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷാ സംവിധാനമാണ്. ഗ്രീക്കാണ് അതിൻ്റെ ഭാഷ. അത് ഏതാണ്ടൊക്കെ സങ്കീർണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സങ്കീർണമായ വ്യാകരണ വ്യവസ്ഥ അതിനുണ്ട്. ഒരു ഉദാഹരണം, നമുക്ക് പ്രീഫിക്സ്, ഇൻ്റർഫിക്സ്, മിഡിൽ ഫിക്സ്, പ്രീഫിക്സ്, പോസ്റ്റ് പ്രിഫിക്സ്, സഫിക്സ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. സംസ്കൃതത്തിലും ഗ്രീക്കിലുമാകട്ടെ ഇൻ്റർഫിക്സ് എന്നൊരു സംവിധാനമുണ്ട്. മാത്രമല്ല വളരെ മറ്റ് ഭാഷകളിലൊന്നും കാണാത്ത ചില ഭൂതകാല പ്രയോഗങ്ങൾ, ഏറിസ്റ്റ് 1, ഏറിസ്റ്റ് 2 എന്നൊക്കെ പറയുന്ന അത്ര പെട്ടെന്ന് പിടിതരാത്ത ഒരു വ്യാകരണ നിയമം പൊതുനിയമത്തിൻ്റെ ഭാഷക്കുണ്ട്. പക്ഷെങ്കിൽ ഇതിനൊരു ഗുണമുണ്ടായിരുന്നു. ഇന്ന് ഇംഗ്ലീഷ് പോലെ ലോകത്ത് അന്ന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഭാഷയായിരുന്നു ഇത്. ഇന്ന് ഇംഗ്ലീഷ് പോലെയായിരുന്നു ഒരിക്കൽ ഗ്രീക്ക്. ഇൻ ദ ഏൻഷ്യൻ്റ് വേൾഡ് ഗ്രീക്ക് വാസ് ദ ലിംഗ്വ ഫ്രാങ്ക്വ. ഗ്രീക്കായിരുന്നു മുഖ്യ സമ്പർക്ക ഭാഷ. അപ്പോൾ ആ ഭാഷയിൽ എഴുതുമ്പോൾ ആർക്കും ഇത് വായിക്കാം. ഇന്ന് ഇംഗ്ലീഷ് പോലെ അതിന് റെസ്ട്രിക്ഷൻ ഇല്ല, ആർക്കും വായിക്കാം. അതാണ് ഈ ഭാഷ, ഈ ബൈബിളിൻ്റെ പ്രത്യേകത. ആർക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഏതാനും നാളുകൾക്കപ്പുറത്ത് ഞങ്ങൾ സുവിശേഷ പ്രചരണാർത്ഥം വയനാട്ടിലായിരുന്നു. വയനാടിൻ്റെ പല ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം പ്രസിദ്ധ ആക്ടിവിസ്റ്റായ CK ജാനുവിൻ്റെ വീട്ടിലെത്തി. അവർക്ക് ഒരു ബൈബിൾ കൊടുക്കുകയും അവരുടെ ജീവചരിത്രം ഉൾപ്പെടെയുള്ള ആത്മകഥ DC പ്രസിദ്ധം ചെയ്യുന്ന ആത്മകഥയുടെ കോപ്പി എനിക്ക് തരികയും ചെയ്തു. ഈ ഗ്രന്ഥം വളരെ ആദരവോടെ അവർ കൈപ്പറ്റി. ആ ഗ്രന്ഥം അവരിലേക്ക് കൊടുക്കുമ്പോൾ ആ മാന്യ സഹോദരി മത പരിവർത്തനത്തെപ്പറ്റി ആദിവാസി മേഖലകളിൽ ഞങ്ങളൊക്കെ ചെന്ന് അവരെ മതം മാറ്റുന്നു എന്നുള്ള ഒരു പരിഭവം തുറന്നു പറയാതിരുന്നില്ല, പറഞ്ഞു. ഞാൻ സൗമ്യനായി അതൊക്കെ കേട്ട ശേഷം ഒരു ചോദ്യം ചോദിച്ചു. മാഡം, നിങ്ങളുടെ ഒരു വലിയമ്മച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ട്, അറിയാമോ? അയ്യോ അറിയാമല്ലോ. അമ്മച്ചി ക്രിസ്തീയ വിശ്വാസമൊക്കെ സ്വീകരിച്ചു പോയി. ആ അമ്മച്ചിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ആരാധനയ്ക്ക് ദീർഘദൂരം പോകണം, ദീർഘദൂരം കാട്ടിലൂടെ പോകണം. ഈ പോകുന്ന വേളയിൽ അമ്മച്ചിയുടെ ഹസ്ബൻഡ്, അവിടുത്തെ അപ്പച്ചനെ, ഈ വയനാട്ടിലൊരു ആന ഇങ്ങനെ തുമ്പിക്കൈയിൽ ഇങ്ങനെ വളഞ്ഞു പിടിച്ച് നിലത്തടിക്കാൻ തുടങ്ങി. അമ്മച്ചി അടുത്ത് കണ്ട ഒരു ചുള്ളിക്കമ്പ് ചവിട്ടി ഒടിച്ചിട്ട് പറഞ്ഞു, വെക്കടാ അവിടെ എന്ന് പറഞ്ഞു. നീ ആരോടാ കളിക്കുന്നറിയാവൻ ചോദിച്ചു. വടി കൊണ്ട് ആനയെ തല്ലാൻ ചെന്നു. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആന അലറിക്കരഞ്ഞ് കാട്ടിൽ കയറി. ഇത് അനിക്കുടത്തോട്ടം ഉണ്ടാക്കിയെടുത്ത കഥയല്ല, ഗുഡ് ന്യൂസിൽ പ്രസിദ്ധം ചെയ്ത ലേഖനമാണ്. ഈ സംഭവത്തോടെ നാട്ടിൽ വലിയൊരു മാറ്റം. ഈ അമ്മച്ചി വലിയൊരു പ്രാർത്ഥന അനുഭവമുള്ള സഹോദരിയായിരുന്നു. അതൊന്നുമല്ല പറയാൻ നിന്നത്. ആ അമ്മച്ചിയുടെ കൊച്ചുമകൻ എവിടെയെന്നറിയോ? അവരമ്പരപ്പോടെ ശ്രദ്ധിച്ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവന് സിവിൽ സർവീസിൽ അഡ്മിഷൻ കിട്ടി ഡൽഹി പഠിക്കുകയാണ്. അമ്പരന്ന് പോയി. അപ്പം ഞങ്ങളിവിടെ വന്ന് നിങ്ങളെ മാറ്റുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഈ സുവിശേഷമൊക്കെ പറഞ്ഞ ആളുകളെ മാറ്റുമ്പോൾ ചിലർ പറയുന്നത് ഈ സോപ്പും ചീപ്പും ഒക്കെ കൊടുത്ത്, പാൽപ്പൊടി കൊടുത്ത്, വൈറ്റമിൻ ഗുളിക കൊടുത്ത് നിങ്ങൾ ആളുകളെ മാറ്റുകയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ മറുപടി ഉള്ളത്, ഇതൊക്കെ നിങ്ങൾ പണ്ടേ കൊടുത്തിരുന്നെങ്കിൽ ഇവരാരും മാറുകയില്ലായിരുന്നു. എന്തേ സോപ്പ് അവന് വേണ്ടേ? ചീപ്പും പാൽപ്പൊടിയൊക്കെ അവനും കഴിക്കണ്ടേ? അവൻ ഉപയോഗിക്കണ്ടേ? അവനിതൊക്കെ പ്രയോജനപ്പെടണ്ടേ? ഇതെന്തുകൊണ്ട് ഇവന് നിഷേധിച്ചു? ഇത് ഇന്ത്യയിൽ
ഛത്തീസ്ഗഡിൽ, പഞ്ചാബിൽ, ബീഹാറിൽ, ഞങ്ങളുടെ പ്രവർത്തനമുള്ള മേഖലകളിലെല്ലാം വൻതോതിൽ ആദിവാസികൾ വിശ്വാസം സ്വീകരിച്ച് വരുന്നുണ്ട്. എന്താ കാരണമെന്ന് അറിയണ്ടേ? നിങ്ങൾ പലർക്കും അറിയാത്തൊരു രഹസ്യം കൂടി പറയാം. ആദിവാസി സഹോദരങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് കരുതി അവരുടെ സംവരണം ഒന്നും പോവില്ല. മനസ്സിലായല്ലോ? എന്നാൽ SC ആണ് സ്വീകരിക്കുന്നതെങ്കിൽ അവരുടെ സംവരണം നഷ്ടപ്പെടും. അതാണ് നിലവിലുള്ള പരിതസ്ഥിതി. പക്ഷേ ഈ ആദിവാസി സഹോദരങ്ങളെ കണ്ടിട്ട് ആളുകൾ പറയും, ദാ പാതിരിമാർ വന്നിരിക്കുന്നു, നിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും, നിങ്ങൾ ഒന്നുമില്ലാത്തവരെ പോലെ ആകും, ഇതൊക്കെ പറയും. സത്യം തുറന്നു പറയാമല്ലോ, അവർക്കെന്തെങ്കിലും കൊടുക്കാനുള്ള ശേഷി നമുക്കും ഇല്ല. അതൊരു സത്യമാണ്. ഒരു നേരം ആഹാരമോ അത്യാവശ്യം ഒരു കാര്യമൊക്കെ ചെയ്യാൻ സൗഹൃദത്തിൻ്റെ പേരിൽ പറ്റിയെന്ന് വന്നേക്കാം. പക്ഷേ പണമൊക്കെ കൊടുത്ത് ഈ ആളുകളെ മാറ്റേണ്ട ഒരു പരിസ്ഥിതി നിലവിലില്ല. അത് നിയമവിരുദ്ധവുമാണ്, വചനവിരുദ്ധവുമാണ്, ബൈബിളിന് പോലും എതിരാണത്. അങ്ങനെ അത് നിർബന്ധ ബുദ്ധികൾ ചെയ്യേണ്ടതല്ല. എൻ്റെ മകന് ഈ വർഷം സ്നാനപ്പെടാൻ സന്നദ്ധനായിരുന്നു. എന്താ വൈഫ് അവനോട് പറഞ്ഞു, നല്ലതാണ്, പക്ഷെ ചാടിക്കേറി ഇപ്പോൾ സ്നാനപ്പെടണ്ട, വളരെ പ്രാർത്ഥിച്ച് ഒരല്പം കൂടെ വെയിറ്റ് ചെയ്യും. ഇതിപ്പോൾ ഓടി ഒരാൾ വന്നു പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കർത്തവ്യമൊന്നും അല്ലത്. കുറേ ചടങ്ങുകൾ, ചില കടമ്പകൾ അതിനുണ്ട്. അതാ വാസ്തവം. ആ കുഞ്ഞോടെ തിരുന്നാട്ടെ, ഓടി നടക്കരുത്, അവിടെ കയറിയിരി, അവിടെ ഇരുന്നാട്ടെ, അങ്ങോട്ടും പോകല്ലോ, എവിടെയെങ്കിലും വന്നിരിക്കുക. സ്ഥാനം ഉറപ്പിച്ചോ? തീരുമാനമായോ? അവനും പോകല്ലോ. ഇനി ആരും സ്റ്റേജിലേക്കും വരരുത്, ഇവിടുന്ന് ആരും പോകരുത്. ഈ പോകുകയോ വരുകയോ ചെയ്യുന്നതിലല്ല പ്രശ്നം. ചില ആളുകൾ ഈ യോഗം വിട്ടു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ വിരണ്ട കാള പാത്രക്കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെയാണ്. പാത്രം വിൽക്കുന്ന കടയ്ക്കകത്ത് നിന്ന് ഒരു കാള വിരണ്ട ഒഴിയാൽ എങ്ങനെ ഇരിക്കും? ഈ സൗണ്ടാണ്. ഇടിച്ച് തകർത്തും തരിപ്പണമാക്കി. കുഞ്ഞങ്ങനൊന്നും അല്ല, കുഞ്ഞ് ശാന്തമായിട്ടായിരുന്നേ, എന്നാലും അലോസരപ്പെടുത്തും. അവിടെ ഇരുന്നാണ് ആ ഫ്രണ്ട് നില ഇരിക്കുന്ന കക്ഷി ഇങ്ങോട്ട് നോക്കിയാൽ ചിന്നമ്മ, ഇങ്ങോട്ട് സന്തോഷിൻ്റെ മോള് ഇങ്ങോട്ട് നോക്ക്. ഈ സന്തോഷിൻ്റെ മോളാ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നോ? അതെ, പിന്നെ പറയാം. അവിടെ അനങ്ങായിരുന്നോണം. സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അപ്പോൾ ഈ പണം കൊടുത്തു മാറ്റി എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തെ യഥാർത്ഥ ചിത്രം നിങ്ങളോടൊന്ന് പങ്കിടാനാണ്. ഞങ്ങൾക്ക് ഇത്തരം ഒരു സ്ഥലം കിട്ടിയാൽ ഞങ്ങളൊരു സ്കൂൾ ആരംഭിക്കും. അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കും, അവരെ മാതൃഭാഷ പഠിപ്പിക്കും, ചരിത്രവും പൗരധർമ്മവും പഠിപ്പിക്കും, നിയമം പഠിപ്പിക്കും. ഇതിനെല്ലാം അപ്പുറത്ത് മാന്യമായ വസ്ത്രം ധരിക്കാനും ഭക്ഷണം പാകപ്പെടുത്തി നല്ല നിലയിൽ കഴിക്കാനും ഒക്കെ അവരെ പഠിപ്പിക്കും. അതൊക്കെ ഞങ്ങളുടെ ജോലി. അങ്ങനെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇവർ SSLC ഒക്കെ പാസ്സാവും. അല്പം കൂടെ മിടുക്കന്മാർ +2 പാസ്സാവും. ചിലർ ഡിഗ്രിയും പാസ്സാവും. നമുക്കറിയണ്ടേ, ഒരു ST ഇതൊക്കെ പാസ്സായ സ്ഥിതി വേറെയാണ്. പെട്ടെന്ന് ജോലി കിട്ടും. പോലീസായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവന മേഖലയിലോ മിടുക്കന്മാർ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി ഉയരും. അത് രാജ്യ നിയമം കൂടാണ്, ഔദാര്യമൊന്നുമല്ല കേട്ടോ. അറിയും, രാജ്യ നിയമമാണ്. ഇതെന്തിനുള്ളതാണ് ഈ സംവരണം എന്ന് പറയണ്ടേ? ചിലർക്ക് അതിനെപ്പറ്റി അറിയില്ല. അത് മാർക്ക് കുറഞ്ഞവനെ ഒരു സ്ഥാനത്താക്കാനുള്ള വിധിയൊന്നുമല്ല. ജനസംഖ്യാനുപാതികമായ പാർട്ടിസിപ്പേഷൻ രാജ്യനിർമ്മിതിയിൽ അവനും കിട്ടണം. അതിനുവേണ്ടി വളരെ വീക്ഷണത്തോടു കൂടി ഉണ്ടാക്കിയ സംഭവമാണ്. ഇപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയണ്ടേ? പഴയ പോലെ കഞ്ചാവ് പൊതി വിൽക്കാൻ ആളെ കിട്ടത്തില്ല, പഴയ പോലെ കാളയെ കൊണ്ട് കണ്ടെത്തി പണിയെടുക്കാൻ ആളെ കിട്ടത്തില്ല. ഭൂവുടമകളായ അവിടുത്തെ സെമീന്ദാർമാർ ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ഇവരിൽ തന്നെ ഒരുപറ്റ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കള്ളും കഞ്ചാവും ഒക്കെ കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നു എന്ന ഒരു ഖ്യാതി അഴിച്ചുവിട്ട് അവരുടെ പുരോഗതിയെ തടയും. ഇതാണ് സ്ഥിതി. ഞാൻ അല്പം കൂടെ ഒന്ന് പറഞ്ഞ് ഉള്ളടക്കത്തിലേക്ക് വരാം. നിങ്ങൾ ചിലരെങ്കിലും എൻ്റെ ഒരു ചാനൽ ചർച്ച ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ ചാനൽ ചർച്ചയിൽ ബഹുമാനായ ജോൺ ബ്രിട്ടാസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ആളുകളെ ഹല്ലേലൂയായും സ്തോത്രവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടി വാസ്തവത്തിൽ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. എൻ്റെ ആ ആൻസർ മൊത്തമൊന്നും അവർ ഇട്ടിട്ടില്ല, കുറേ കട്ട് ചെയ്ത് പോയി. എങ്കിലും പറയാം. ഞാൻ പറഞ്ഞു,
സർ, ഈ ക്രിസ്ത്യാനിറ്റി ലോകത്തുള്ള ഇടങ്ങളിൽ, അത് ചെന്ന ഇടങ്ങളിൽ അന്ധവിശ്വാസം രൂപപ്പെടുക അല്ല ചെയ്തത്. ക്രിസ്ത്യാനിറ്റിയുടെ സാന്നിധ്യമുള്ള ഇടത്ത് രൂപപ്പെട്ടു വന്ന സ്ഥാപനങ്ങൾ പഠിക്കണം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അവിടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും അവിടെ പ്രസിദ്ധങ്ങളായ കേംബ്രിഡ്ജും പ്രിൻസ്റ്റണും ഓറൽ റോബർട്ട്സും പോലെയുള്ള മഹത്തര സ്ഥാപനങ്ങളാണ് തലയുയർത്തിയത്. വേണ്ട, നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം. എവിടെയാണ് ക്രിസ്തീയ സാന്നിധ്യമുണ്ടായിരുന്നത്? അവിടെ സർക്കാർ പോലും കലാലയം ആരംഭിക്കും മുമ്പ് സാധാരണ മനുഷ്യർക്ക് പഠിക്കാൻ CMS കോളേജും സ്കൂളും ഒക്കെ ഉണ്ടായി. എറണാകുളം മഹാരാജാസ് തുടങ്ങിയതും അങ്ങനെയാണ്. ഇന്ത്യയുടെ ഏത് ഭൂമണ്ഡലം എടുത്ത് നിങ്ങൾ പരിശോധിച്ചാലും ആധുനികമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കത്തക്ക വിധത്തിൽ ഒരു ദേശത്ത് നിലനിൽക്കുന്ന ദുരാചാരങ്ങളുടെ പടപൊരുതാൻ ഏറ്റവും പൗരന് അനിവാര്യം വിദ്യാഭ്യാസമെങ്കിൽ അത് നൽകി കൊടുത്തത് ഈ വിശുദ്ധ വചനം പഠിപ്പിക്കുന്ന സുവിശേഷകരാണ്. ഹല്ലേലൂയ. തീർച്ചയായും ഇന്ത്യക്ക് അതിലും പൗരാണികമായൊരു സംസ്കാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നളന്തയും തക്ഷശിലയും ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. ആ സ്ഥാപനത്തിലേക്ക് ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കൾ ആ സ്ഥാപനം നടത്തുകയും ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വന്ന് പഠിക്കുകയും ഫാഹിയനെ പോലെയുള്ള സഞ്ചാരികൾ ഇവിടെ വന്ന്, ഹുയാൻസാങ്ങിനെ പോലെയുള്ള സഞ്ചാരികൾ വന്ന്, ഇബ്നു ബത്തൂത്തയെ പോലെയുള്ള ആളുകൾ വന്ന് ഈ രാജ്യത്തിൻ്റെ മഹിമയെക്കുറിച്ച് വർണ്ണിച്ചെഴുതിയ കൃതികൾ നമ്മുടെ മുമ്പിലുണ്ട്, സംശയം വേണ്ട. പക്ഷേ ആ സ്ഥാപനം നടത്തിയ മഹാരഥന്മാരുടെ കണ്ണിൽ കാണാതെ പോയ സാധുക്കളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ വളർത്തി ജീവിതത്തിൻ്റെ ഉന്നമനത്തിൻ്റെ വഴികളിലേക്ക് മാർഗദർശനം നൽകിയത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. ആ മഹത്തര സുവിശേഷമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോടും പങ്കിടുന്നത്. അതുകൊണ്ട് ആരും പരിയോഗിക്കുകയോ വേണമെന്നൊന്നും ചെയ്യണ്ട. സന്തോഷമല്ലേ? ചിലർക്ക് അകാരണമായി ഞങ്ങളോട് വെറുപ്പാണ്. എന്താണെന്നൊരു പിടിയില്ല. ഞങ്ങൾ കള്ളുകട നടത്തണില്ല, കഞ്ചാവ് വിൽക്കുന്നില്ല, ഞങ്ങൾ സമരം ചെയ്യുന്നില്ല, വഴിയിലിറങ്ങി സത്യാഗ്രഹം നടത്തണില്ല, വണ്ടി തടയുന്നില്ല, എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്നുള്ള മുദ്രാവാക്യമില്ല, കളക്ട്രേറ്റ് വളയുന്നില്ല. ഇങ്ങനൊരു സമൂഹം ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ എന്ന് കേട്ടാട്ടെ. ഉണ്ടോ? അത് നമ്മൾ മാത്രം അഭിമാനിക്കണം. സ്തോത്രം. MLA തടയുന്നില്ല, MP തടയുന്നില്ല. അങ്ങനെയല്ലേ? ആർക്കാ വോട്ട് ചെയ്തതെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ പോകുന്നൊരു സമൂഹമാണ്. ഞാനൊക്കെയാണെങ്കിൽ വോട്ട് ചെയ്യാറ് പോലുമില്ല. മാത്തുക്കുട്ടി സാറും ഞാനും ഒന്നും വോട്ട് ചെയ്യാറേ ഇല്ല. അത് പിണങ്ങിയൊന്നുമല്ല. നമുക്ക് വല്ല യോഗം കാണുമോ? അതിനൊക്കെ പോകണം. അതിനിടയ്ക്ക് ജനാധിപത്യ ബോധം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. എനിക്കറിയാം, ഞാനൊരാൾ വോട്ട് ചെയ്യാതിരുന്നുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം തകരുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ തകരുമെന്ന് തോന്നാൽ ഞാൻ ടാക്സി പിടിച്ച് വോട്ട് ചെയ്യും. അത് വേറെ കാര്യം. പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് രാഷ്ട്രീയ പ്രബുദ്ധതയില്ലാത്തതുകൊണ്ടൊന്നും അല്ല അത് ചെയ്യാത്തത്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. ഞങ്ങൾ അതിലും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ പ്രസംഗവും രാഷ്ട്രീയ പ്രവർത്തനമാണ്. നിലനിൽക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ആ സന്ദേശം പറയുക എന്ന് പറയുന്നത് താൽക്കാലികമായ രാഷ്ട്രസങ്കല്പങ്ങൾക്കപ്പുറത്ത് അത്യുന്നതനായ ദൈവം മഹത്തരമായൊരു രാജ്യം സ്ഥാപിക്കുമെന്നുള്ള ആ പ്രത്യാശയാണ് ഞങ്ങളെയൊക്കെ ഭരിക്കുന്നത്. സ്തോത്രം. ഈ വിശുദ്ധ ബൈബിൾ ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും എത്തിക്കുക എന്ന മഹത്തര ദൗത്യം ഏറ്റെടുത്താണ് ഇന്നും ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അതിലെ ആശയങ്ങൾ. സ്തോത്രം. ഇന്ന് എന്താണ് ഈ ബൈബിളിൻ്റെ ആകത്തുക? ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അത് കർത്താവായ യേശുക്രിസ്തു ആണ്. യേശുക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച് ആദ്യമേ പറയട്ടെ. യേശു ഒരു ഗ്രന്ഥകാരനോ ചരിത്രകാരനോ ഒന്നുമല്ല. യേശു ഏതെങ്കിലും ഒരു പുസ്തകം എഴുതിയിട്ടുമില്ല, ഒരു പാട്ടും എഴുതിയിട്ടില്ല. ആകപ്പാടെ പരതിയിട്ട് യേശു ഒരിക്കൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് നിലത്തെഴുതിയെന്നാണ്. എന്താണെന്ന് ആർക്കും അറിയില്ല. അവിടെ ദൃക്സാക്ഷികളൊന്നും അത് രേഖപ്പെടുത്താത്തത് കൊണ്ട് അത് ഇന്നതാണെന്ന് ഞാൻ ആരോപിക്കുന്നുമില്ല. ഞാൻ ഇങ്ങനെയാണെന്ന് ആരോപിച്ചിട്ട് സ്വർഗത്തിൽ ചെന്നിട്ട് കർത്താവ് ചോദിക്കും, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആ ഒരു കുറ്റം വേണ്ട. ഇപ്പം തന്നെ ആവശ്യത്തിന് പ്രശ്നമുണ്ട്. ഏതായാലും ഒരു ഗ്രന്ഥം എഴുതിയില്ല, ഒരു പാട്ടെഴുതിയില്ല, അരാമിക്കൊഴികെ ഒരു ഭാഷയിൽ പ്രസംഗിച്ചിട്ടില്ല. ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ, ഒരു നാടിൻ്റെ, ഒരു 120 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ തൊഴുങ്ങുന്ന ആളുകളാണ് കേൾവിക്കാർ. ഇത്രയും ചെറിയ സിറ്റുവേഷൻ. അപ്പോൾ
സാഹിത്യപരമായി വികാസം പ്രാപിക്കാത്ത അരമായിക് ഭാഷയിൽ പ്രസംഗിച്ചു. സ്വന്തം ഒത്തുകൂടുവാൻ ഒരു സ്ഥലമില്ല. തനിക്കൊപ്പം നിലനിൽക്കാൻ വിശാലമായ ശിഷ്യവൃന്ദങ്ങളില്ല. കടം വാങ്ങിയ ഒരു കഴുതയുടെ പുറത്ത് സഞ്ചരിച്ചു. അത്യാവശ്യ ഘട്ടത്തിൽ കടം വാങ്ങിയ ഒരു വീട്ടിൽ വിരുന്ന് നടത്തി. എന്തിന്? കടം വാങ്ങിയ ഒരു കല്ലറയിൽ മരിച്ചടക്കപ്പെട്ടു. അങ്ങനെ തലചായ്ക്കാൻ ഇടമില്ലാതെ പാലസ്തീനിയായുടെ മാത്രം പരിമിതികൾക്കുള്ളിൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തു എന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഉലകത്തിൻ്റെ 5 വൻകരകളിലും മനുഷ്യരാശി കഴിഞ്ഞ 2000 ആണ്ട് അവിരാമം പ്രസംഗിച്ചു കൊണ്ടിരുന്നത് എന്നത് എത്ര മഹത്തര കാര്യമാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിനെയും അവിടുത്തെ മഹത്തരമായ സുവിശേഷവും ആമുഖമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിൻ്റെ സന്ദേശം ഞങ്ങൾ ഇങ്ങനെ പ്രസ്താവിക്കട്ടെ: മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സകല നാമത്തിനും മേലായ നാമം യേശുക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. ഇനി വായനാ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നാം വായിച്ചത് പുതിയ നിയമത്തിലെ എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. ഞാൻ ആമുഖം പറഞ്ഞത് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം വാസ്തവത്തിൽ ഏകദേശം 100-ലധികം പഴയ നിയമ ഉദ്ധരണികൾ കൊണ്ട് സമ്പന്നമാണ്. നമ്മൾ ബൈബിളിൽ കൊരിന്ത്യർക്ക് എഴുതിയത്, റോമർക്ക് എഴുതിയത്, കൊലോസ്യർക്ക് എഴുതിയത് എന്നൊക്കെ കാണുന്നത് പോലെയുള്ളൊരു ടൈറ്റിലല്ല എബ്രായർക്ക് എഴുതിയത് എന്ന് പറഞ്ഞാൽ. എബ്രായർ എന്ന ഈ പദത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം ഒരു ദേശീയതയുടെ പേരാണ്. എബ്രായർ ഒരു ദേശീയത, മലയാളികൾക്ക് എന്ന് പറയുന്നത് പോലെ ഒരു ദേശീയത, ഒരു ഭാഷ സംസാരിക്കുന്ന ജനത. ഇനി അതിനെ കുറെ കൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ യഹൂദ സമൂഹത്തിൻ്റെ മാതൃഭാഷയായി അവരുപയോഗിച്ചു വന്നത് എബ്രായ ഭാഷയാണ്. അവരുടെ പൗരോഹിത്യത്തിൻ്റെ ഒക്കെ ഭാഷികതാണ്. പിൽക്കാലത്ത് ഉപയോഗം കൊണ്ട് ആ ഭാഷ ലുപ്തമായപ്പോൾ തലസ്ഥാനത്തേക്ക് അരമായിക്ക് അവർ സംസാരിച്ചു എന്നത് മറ്റൊരു സത്യം. എന്നാൽ എബ്രായർ എന്നൊരു സമൂഹത്തെ വിളിക്കുമ്പോൾ അതിൻ്റെ വ്യംഗ്യാർത്ഥം അത് തീർച്ചയായും ജൂതന്മാരാണ്. ഇതെല്ലാം ജൂതന്മാർക്കും വേണ്ടിയല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ സമൂഹം യഹൂദന്മാർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരുന്നു. അവർ മറ്റേതൊരു സഭയും അഭിമുഖീകരിച്ചതിനേക്കാൾ അധികം പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയി. കാരണം അവർ 2 തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധികൾക്ക് വിധേയരായി. സാധാരണഗതിയിൽ ഏതൊരു മണ്ഡലത്തിൽ നിന്നും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ചില പ്രതിസന്ധികൾ വരും. സമാധാനവും സന്തോഷവും മനുഷ്യരാശിക്ക് നൽകുന്ന യേശുക്രിസ്തു എന്ന ഉലക രക്ഷകനെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ച് അതിൽ ആകൃഷ്ടനായൊരു വ്യക്തി വന്നാൽ സംഭവിക്കുന്നത്, വീട് പലപ്പോഴും അവനെ തള്ളിക്കളയും, പഴയ സുഹൃത്തുക്കൾ അവനെ തള്ളിക്കളയും, നാട്ടുകാർക്കൊക്കെ മുമ്പിൽ അവൻ ഒരു ചോദ്യശരമായി നിൽക്കും. ഇതറിഞ്ഞിട്ടും അവൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂതകാലത്തോട് മുഴുവൻ വിട പറഞ്ഞിട്ട് ആ ഭൂതകാലത്തോടുള്ള യുദ്ധം ആരംഭിക്കും. എങ്ങനെയുള്ള യുദ്ധം? ആശയപരമായ യുദ്ധം. അവൻ സേവിച്ചിരുന്ന പഴയകാല ദൈവസങ്കല്പങ്ങളോടുള്ള യുദ്ധം. സത്യ ഏക ദൈവത്തെ തിരിച്ചറിഞ്ഞ നാൾ മുതൽ ഈ പ്രപഞ്ചത്തിന് ഒരു രക്ഷകൻ, ആ പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പുകാരൻ ഒരുവൻ മാത്രമെന്നുള്ള ആ തിരിച്ചറിവില് അവൻ പ്രാദേശികമായ അത്തരം ചിന്തകളും ധാരണകളും മിഥ്യാമൂർത്തികളുള്ള സേവയും ഒക്കെ അവസാനിപ്പിച്ചിട്ട് മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആത്യന്തികനായ ആ ദൈവത്തെക്കുറിച്ചുള്ള അവബോധം മുമ്പിൽ നിർത്തിക്കൊണ്ട് എരിവോടെ ആ ദൈവത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കും. അതവനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളയും. രണ്ടാമത്തെ സവിശേഷത, അവന് പഴയകാല സുഹൃത്തുക്കളുടെ ജീവിതചര്യകളുമായി ഇടപഴകാൻ കഴിയില്ല. അവനെ ഇനി വിശേഷ ദിവസങ്ങളിൽ മദ്യം കാട്ടി വിളിച്ചാൽ ആ വഴിക്ക് പോവില്ല. അവനെ ഇനി ഏതെങ്കിലും തരത്തിൽ പാപസംബന്ധമായ വഴികളിലേക്ക് ക്ഷണിക്കുന്ന ആ വഴി വിട്ട് അവൻ ജീവിതമാകെ മാറ്റിക്കളഞ്ഞു. അവൻ്റെ ചിന്തയിലാകെ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ വിശദീകരിക്കാനാവാത്ത ആ സന്തോഷം അവനെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ്റെ പ്രതിസന്ധി തീരുന്നില്ല. അവൻ്റെ പിന്നാലെ ഈ ശക്തികൾ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രാണനും ബലികഴിക്കേണ്ടി വന്ന ഒത്തിരി മനുഷ്യരുടെ ചരിത്രമാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് മാത്യു സാമുവൽ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വീഡിയോ
അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ മാത്യു സാമുവൽ ടെഹൽക്ക എന്നറിയപ്പെടുന്ന ഒരു പഴയ ഇൻ്റർനെറ്റ് മാസികയുടെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ആ ജോലിയൊക്കെ രാജിവെച്ചിട്ട് നാരദ എന്ന് പറയുന്ന ഒരു ചാനലിൽ കുറേ നാൾ പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ചില വിഷയങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂടെയാണ് എങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവാഞ്ചലിക്കൽസ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിലയുറപ്പിച്ചതും വളരുന്നതും എന്നുള്ള ആ വസ്തുത 3 വീഡിയോകളിലായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പീഡകറ്റ മനുഷ്യരുടെ കഥ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും ഈ മാർഗത്തിൻ്റെ ആളോ അതിൻ്റെ സഹകാരിയോ അല്ല. പക്ഷേ 3 പരമ്പരകളായി അദ്ദേഹം ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ പെട്ടെന്നുള്ള ആ വളർച്ച ഇന്ത്യ മഹാരാജ്യത്തും ലോകത്തിൻ്റെ പലയിടങ്ങളിലും സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ കാണേണ്ട ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. എന്തെന്നാൽ പീഡകളുടെ നടുവിലൂടെയാണ് ഈ ക്രൈസ്തവ സഭ 2000 ആണ്ടായി വളർന്നത്. ഇത് എന്തെങ്കിലും നേടിയെടുക്കാവുന്ന ഒരു മാർഗമായിട്ടല്ല വിശദീകരിക്കപ്പെടുന്നത്. മറിച്ച് വേണ്ടി വന്നാൽ പ്രാണനും ഈ മഹത്തരമായ നാമത്തിന് വേണ്ടി സമർപ്പണം ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ചിലർ കൂടി അനിവാര്യമെങ്കിൽ യേശുവിന് വേണ്ടി പ്രാണനം വെച്ചു കൊടുക്കാൻ സന്നദ്ധരായി മുമ്പോട്ട് വരണം എന്ന ഉൾക്കാഴ്ചയാണ് ഞങ്ങളെ ഭരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ നേരിട്ടത് നമ്മളെയൊക്കെ സാഹചര്യം അനുസരിച്ച് നാടും വീടും ഒരുപക്ഷെ എതിരായി വരാം. എങ്കിലും മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ അവർ മുമ്പോട്ട് വരും. എബ്രായ ക്രിസ്ത്യാനികൾ നേരിട്ടത് മറ്റൊരു പീഡയായിരുന്നു. എന്താണ് ആ പീഡ എന്ന് പറയാം. ഒന്ന്, സ്വാഭാവികമായി അവർ ജീവിച്ചിരുന്ന യഹൂദമതം ഇവരെ പീഡിപ്പിച്ചു. അത് നാച്ചുറലാണ്. മുമ്പ് നിന്ന ആ മതം, ആ മാർഗം അവരെ പീഡിപ്പിച്ചു. എന്തുകൊണ്ടാണ് പീഡിപ്പിച്ചെന്നറിയണ്ടേ? ആശയപരമായ ഒരു സംഘട്ടനത്തിന് ശക്തിയില്ല. നിങ്ങൾ ഓർക്കണം, ലോകത്തിലെ ആദ്യത്തെ കൊല തന്നെ എന്തിനു വേണ്ടിയുള്ളതാ? മതപരമായ വൈരാഗ്യത്തിന്റെ പേരിലായി. ആരാധനയിൽ ജയമെടുത്ത ഹാബേൽ എന്ന മനുഷ്യനെ ആരാധനയിൽ പരാജയപ്പെട്ടവൻ കയീൻ എന്ന സ്വന്തം സഹോദരൻ കൊന്നൊടുക്കിക്കൊണ്ട് മതവൈരത്തിന്റെ ആദ്യത്തെ സംഘട്ടനം അവിടെ നടമാടുകയാ. എന്താ ഇതിന്റെ അർത്ഥം? ജീവിതത്തിൽ ഇത്തരം കൊലകളുടെ പ്രധാനപ്പെട്ട കാരണം ആശയപരമായൊരു തോൽവിയാണ്. അതിനെ സ്ഥാപിച്ചെടുക്കാൻ കഴിയാതെ ആശയങ്ങൾ മുഴുവൻ അപ്രസക്തമാകുമ്പോൾ അവനെ തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന ഹൃദയത്തിൽ കിടക്കുന്ന പാപബോധം അവരെന്നെ കൊല്ലും. നിങ്ങൾ ആലോചിച്ചാട്ടെ, പലപ്പോഴും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? നിരീശ്വരന്മാർ എന്നൊരു കൂട്ടരുണ്ട്. നമ്മളൊന്നും വെറുക്കേണ്ട മനുഷ്യരല്ല, ആദർശമുള്ള മനുഷ്യരാണ്. അവർ നമ്മോട് പറയുന്നത് എന്താണെന്നറിയണ്ടേ? നിങ്ങൾക്ക് ദൈവമുണ്ട്, പക്ഷെ ലോകത്ത് ഏറ്റവും അധികം മനുഷ്യൻ ദൈവത്തിന് വേണ്ടിയല്ലേ തമ്മിലടിച്ചത്? ദൈവത്തിന് വേണ്ടിയല്ലേ ചോര ചൊരിഞ്ഞത്? ദൈവത്തിന്റെ അരികിലേക്ക് ചെല്ലാൻ ചോരയുടെ വഴികളല്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? എൻ്റെ ദൈവത്തിനേറെ ഇഷ്ടം അന്യമതത്തിൽപ്പെട്ടവന്റെ ചോരയാണെന്ന് ചെറുപ്പം മുതൽ പഠിപ്പിച്ചു വിടുന്ന കുഞ്ഞു ബാല്യങ്ങളുണ്ട്. ആ മനസ്സിൽ തളർച്ചു കയറുന്ന അത്തരം ബോധം കൊണ്ട് തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്നവനെ പോലും അവിശ്വാസിയായി കണ്ട് കൊന്നുകളയാൻ പഠിപ്പിക്കുന്ന മതബോധത്തിന്റെ ജീർണതയ്ക്കെതിരെ ഇത്തരം ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്താ? അവർ പറയുന്നതിൽ ശരിയില്ലേ? അവർ പറയുന്നതിൽ കാര്യമില്ലേ? നോക്കണം. മറ്റൊന്ന്, എത്രയോ മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ വിശന്നു മരിക്കുന്നു. എത്രയോ കുട്ടികൾ പോഷകാഹാരമില്ലാതെ നശിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട പോഷകാഹാരം ഇതാ നമ്മൾ വഴിപാടുകളായി മറ്റു പല പ്രക്രിയകളായി ഇങ്ങനെ ദൈവനാമത്തിൽ അർപ്പിച്ച് കളയുന്നു എന്ന് ആളുകൾ വാദിക്കുമ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് വിശ്വസിക്കാൻ ഞാനും നിങ്ങളും ഒക്കെ ബാധ്യസ്ഥരാ. ആ ശരി കണ്ടിട്ട് അവരെ നിരീശ്വരന്മാർ എന്ന് അടച്ചാക്ഷേപിച്ച് പോയിട്ട് കാര്യമില്ല. ഒരു ഉത്തരം നമ്മുടെ മുമ്പിലുണ്ടാകണം. ഞാൻ ആ വഴിക്ക് ഒത്തിരി പോകുന്നില്ല. എന്നാൽ രണ്ടാമത്തെ പീഡ എങ്ങനെ സംഭവിച്ചു എന്ന് പറയാം. അത് ഗവൺമെന്റ് ഔദ്യോഗികമായി ക്രിസ്ത്യാനിറ്റിയെ പീഡിപ്പിച്ചു. യഹൂദ ക്രൈസ്തവരെ, സകല ക്രൈസ്തവരെയും അന്ന് നിലവിലിരുന്ന ഏതാണ്ട് 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ വ്യാപരിച്ചു കിടന്ന ഈ റോമൻ സാമ്രാജ്യം അതിന്റെ ശക്തിമത്തായ ഇരുമ്പായുധങ്ങൾ കൊണ്ട്, ഇരുമ്പ് പല്ലുകൾ കൊണ്ട് ക്രിസ്തീയ സഭയെ കടിച്ചു കുടയുന്ന ഒരു കാലഘട്ടമാണ്. അത് ഏതാണ്ട് 3 നൂറ്റാണ്ട് നീണ്ടു നിന്നു എന്ന് പറയുമ്പോഴാണ് ആ പീഡനത്തിന്റെ കാഠിന്യം. 10 റോമൻ ചക്രവർത്തിമാർ 3 നൂറ്റാണ്ട് കൊണ്ട് ഇരുമ്പ് പല്ലുകൾ കൊണ്ട് കടിച്ചു കുടഞ്ഞ് ഉന്മൂലനം ചെയ്യാൻ ഈ മാർഗത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രാരംഭമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ചെയ്തുകൊണ്ടിരുന്ന പീഡയുടെ രീതി ഇന്നത്തെ രീതിയുമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു പരസ്യോഗം നടത്താനോ ഒരു പൊതുയോഗമൊക്കെ നടത്താനോ വന്നാൽ ചിലതരം ആളുകൾ വന്ന് ഈ മൈക്കെടുത്തെറിയുക, ദൈവാസന്മാരെ ഒരു തള്ളൊക്കെ കൊടുത്തു വിടുക, തല്ല് കൊടുത്തു വിടുക, ഇങ്ങനെയൊക്കെയാണ്.
ഞങ്ങൾ ക്ഷമിച്ച് മൈക്കൊക്കെ ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ വേണ്ടെന്നേ, ഇത് ഞങ്ങൾ നിർത്തിപ്പോയാൽ ഇതിൻ്റെ പിന്നാലെ മറ്റൊരു സമൂഹം വരും, അവർ ഈ ജോലി ഏറ്റെടുക്കും. ഒരു കാര്യം മനസ്സിലായോ? സുവിശേഷത്തിൻ്റെ ആദ്യത്തെ യോഗം വർഷങ്ങൾക്കപ്പുറത്ത് ആരംഭിച്ച ശേഷം ഇന്ന് വരെ നിലച്ചിട്ടില്ല. ഇന്ന് വരെ ഞാൻ പ്രസംഗിക്കുന്ന രാത്രി വരെ നിലക്കാത്ത ഒറ്റ സന്ദേശമേ ഉലകത്തിലുള്ളൂ. അതിൻ്റെ പേരാണ് സുവിശേഷം. ഞങ്ങൾ പോയാൽ മറ്റൊരു തലമുറ ഇതുവഴി തന്നെ വരും. അന്ന് നിരാകരിച്ചവന്റെ കൊച്ചുമക്കൾ അതിന് കണക്ക് പറയേണ്ട ഒരു കാലം വരുമെന്ന് തെളിയിച്ചു വെച്ച ചരിത്ര സംഗതികളുടെ നടുവില ഞാൻ ഇന്ന് യേശുവിനെ നിർത്തുന്നത് എന്ന കാര്യം മറക്കണ്ട. സ്തോത്രം. എന്നാൽ റോമക്കാരന്റെ പീഡ അങ്ങനല്ല. അവൻ ചെയ്തുകൊണ്ടിരുന്നത് അതിക്രൂരം. അങ്ങനെ ചിന്തിക്കാൻ റോമക്കാരനെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ ഈ കൂട്ടായ്മയൊക്കെ കണ്ടാൽ അതിനകത്ത് ശ്രദ്ധേയമായ ഒരു വിഗ്രഹം ഇരിപ്പില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപം ഇരിപ്പില്ല. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ചടങ്ങും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു മതം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ സ്വഭാവമോ ഘടകമോ ഒന്നും അതിനില്ല. അത് റോമക്കാരെ അമ്പരപ്പിച്ചു. കാരണം ഇതെന്താണ് ഇവരിവിടെ ചെയ്യുന്നത്? ഒരു പിടിയും കിട്ടണില്ല. മാത്രമല്ല, അന്നത്തെ സഭായോഗമൊക്കെ നടക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയണ്ടേ? അത് കല്ലറകൾക്കുള്ളിലാണ്. ആദിമകാല ക്രിസ്തീയ സഭ ഇതുപോലെ മൗണ്ട് സിയോൻ എന്നൊന്നും പേരില്ല, അല്ലെങ്കിൽ IPC എന്നൊന്നും പേരില്ല. ഇതെവിടെ കൂടുന്നത്? കല്ലറകൾക്കുള്ളിലേ. എന്താ കല്ലറകൾക്കുള്ളിൽ കൂടാൻ കാരണം? കല്ലറകൾ ഗുഹകളായിരുന്നു. ഈ കല്ലറകളുള്ള ഇടത്തേക്ക് മറ്റു മനുഷ്യരാരും വരികയില്ല. ഈ പീഡിപ്പിക്കാൻ വരുന്ന ആൾക്ക് അന്നും ശവങ്ങളെ പേടിയാ, കല്ലറയൊക്കെ പേടിയാ, അന്നും എന്നും. അത് വലിയ പേടിയാണ്. അതിനകത്ത് ഭീകര സത്വമുണ്ടെന്നൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നു. ഈ കല്ലറകളാണ് ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവർ തിരഞ്ഞെടുത്തത്. കല്ലറകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആരോ കുറേ ഭ്രാന്തന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് മനുഷ്യർക്ക് വലിയ അറിവൊന്നുമില്ല. നമുക്ക് റിവൈവലെന്നോ ചർച്ചക്കോടെന്നോ ഒന്നും ബോർഡ് വെക്കാൻ പറ്റില്ല. അതിന് പകരം ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം പാറയിൽ ഇങ്ങനെ കൊത്തിവെക്കും. മത്സ്യത്തിൻ്റെ ചിഹ്നം അറിയാമല്ലോ, ആരോ പോലെയാണല്ലോ അതിൻ്റെ വാല്. അതിൻ്റെ മുമ്പ് ആരോയുടെ മുൻവശം പോലെ ഒരു എന്താ പറയുക, ആരോയ്ക്ക് പറയുന്നത് വില്ല് അല്ലേ, വില്ല്, അമ്പെന്നാണ് പറയുന്നത്. അമ്പ്, അമ്പിൻ്റെ അഗ്രം പോലെയാണ്. അപ്പോൾ ഇങ്ങനെ പൊക്കോ, ഒരു കൈചൂണ്ടി പോലെയാണ്. അത് ക്രൈസ്തവർക്ക് പരസ്പരം മനസ്സിലാകും. ഒരു കോഡ് ഭാഷയാണ്. അതനുസരിച്ച് നിങ്ങൾ ഇതുവഴി പോയാൽ ഇതിനപ്പുറത്ത് ഒരു പ്രാർത്ഥനാലയമുണ്ടെന്ന് അവർ മനസ്സിലാക്കും. ഇത് കുറേ പോകുമ്പോൾ വീണ്ടും ഒരു മത്സ്യത്തിൻ്റെ പടം വരച്ചിരിക്കും. അത് പലയിടത്ത് വരച്ച് ഈ സ്ഥലം വരെ തീർന്നില്ല. അപ്പോൾ ഈ വരുന്ന ആൾ നമ്മുടെ ആളോ അല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു കോഡ് ഭാഷയുണ്ട്. ആ കോഡ് ഭാഷ പിൽക്കാലത്ത് റോമക്കാർക്ക് തിരിച്ചറിയാൻ പറ്റി. എന്താ കോഡ് ഭാഷ എന്നറിയണ്ടേ? ഇവരിവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും മാറാനാഥ എന്ന് പറയുമ്പോൾ മറ്റേയാൾ പറയും അനാഥമ. 2 പാദങ്ങളാണ്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരാറായി എന്നൊരാൾ പറയുന്നു. മറ്റേയാൾ പറയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഈ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ആൾ നമ്മുടെ ആളല്ല, ഇവർ വേറെ കഥയൊക്കെ പറഞ്ഞ് ഈ ആളിനെ ഗതി മാറ്റിവിടും. ഇങ്ങനത്തെ രീതിയാണ്. അങ്ങനെ പോയി ഇവിടെ ഇരിക്കും. നോക്കണ നേരെ ഇരുട്ടുണ്ട്. ഈ തോറ എന്ന ഗ്രന്ഥ ചുരുളും കൊണ്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് യേശുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങൾ അങ്ങോട്ട് വായിക്കും. അവരങ്ങനെ വായിച്ച് കേൾക്കാൻ കാത്തിരിക്കവേ ഒരു പ്രശ്നം, ഇതിലെ ഇരുട്ടാണ്. കുറ്റാക്കുറ്റി ഇരുട്ടുള്ളിടമുണ്ട്, അല്പം വെളിച്ചമുള്ളിടമുണ്ട്. ഇത് വായിക്കുന്ന ആള് ഇത് വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു മെഴുതിരി കത്തിച്ച് ജ്വലിപ്പിക്കും. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സങ്കീർത്തനവും യെശയ്യാവും ഒക്കെ വായിക്കുന്നത്. ഇത് ഇങ്ങനെ പിൽക്കാലത്ത് എന്ത് ചെയ്തു? ഓരോരുത്തരും വരുമ്പോൾ മെഴുതിരി കൊണ്ടുവരേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. ഇതെന്നാ പള്ളികളിൽ മെഴുതിരി കത്തിക്കുന്ന ഒരു ചടങ്ങ് തന്നെ അങ്ങുണ്ടായി. നോക്കണേ, പട്ടാപ്പകലും ഇന്നത് കത്തിച്ചു വെക്കുന്ന ഒരാൾക്കും ഇതിൻ്റെ അർത്ഥം അറിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കാതിരിക്കാൻ വഴിയില്ല. ഇങ്ങനെ ആരംഭിച്ചതാണ് ചടങ്ങ്. ഇത് ആശാൻ പണ്ടേ പറഞ്ഞിരുന്നു, ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ മനുഷ്യന് ഇങ്ങനെ എത്ര ആചാരങ്ങൾ. ഒന്നുകൂടി പറയാം, അങ്ങനെ ഒത്തിരി ആചാരങ്ങളുടെ അടിത്തറ ചികഞ്ഞ് നശിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ. ഞാൻ ചിലത് വരുന്ന വഴിക്ക് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ അവരിങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടേ. ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ്റലിജൻസിനെ റോമക്കാർ വിട്ടിട്ടുണ്ട്. നമ്മളെക്കാൾ മാന്യമായ വേഷം ധരിച്ച് അനാഥമയും മാറാനാഥയൊക്കെ പറയാൻ പഠിച്ച ഇൻ്റലിജൻസ് വന്നിരിപ്പുണ്ട്. ഒറ്റിക്കൊടുക്കും. അതിനുവേണ്ടി വന്നിരിക്കുക. അവരെ വന്ന് തമ്മക്കൊപ്പം ഇരിക്കും, പാട്ടുപാടും, കൈയടിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കെ ചില സംഭവങ്ങളും ഉണ്ടായി. എന്താണെന്നറിയാമോ? ഇത് ആളുകൾ ഇതിന് ശേഷം പ്രാർത്ഥനയ്ക്ക് അവസരം കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് അവസരം കൊടുക്കുമ്പോൾ ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഞാനിന്ന് വലിയ സന്തോഷവാനാണ്,
ഞാൻ സന്തോഷവാനാകാൻ കാരണം കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്കപ്പുറത്ത് ആരാധന കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ വീട് വളഞ്ഞ് റോമൻ ഭരണകൂടം എന്നെ ആക്രമിച്ചു. നിങ്ങൾ നോക്കൂ, ഈ മുറിപ്പാടുകളൊക്കെ കണ്ടില്ലേ? ഈ മുറിപ്പാടുകളൊക്കെ സൃഷ്ടിച്ച് ചാട്ടക്കടിച്ചിട്ടും എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ ഭാര്യയോ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. ഞങ്ങൾ ജയമെടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്ക് വലിയൊരാരവം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അവർ കൈയടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കും, ഹൃദയം തുറന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കും. അതിങ്ങനെ അങ്ങോട്ട് കഴിയുമ്പോൾ അടുത്തൊരു സഹോദരി ഇരുന്നിട്ട് പറയും, എനിക്കൊരു വാർത്തയുണ്ട്, അത് സന്തോഷകരമോ ദുഃഖകരമോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. കഴിഞ്ഞ ആഴ്ച എനിക്കൊപ്പം വന്ന ഭർത്താവ് ഇന്ന് എൻ്റെ കൂടെയില്ല. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, അദ്ദേഹത്തെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയി ക്രൂര മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു. സിംഹം കടിച്ചു കുടഞ്ഞ് ആ മനുഷ്യന്റെ പ്രാണൻ എടുക്കുമ്പോൾ സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും, അതുകൊണ്ട് യേശുവിനെ തള്ളരുതേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടേക്ക് യാത്ര അയച്ചു. സ്തോത്രം. ഇത് കേൾക്കുമ്പോഴേക്ക് ജനങ്ങൾക്കിടയിലേക്ക് വലിയൊരു ഉണർവ്, ആ ഉണർവിന്റെ ആരവാരം ജനങ്ങളെ ഇങ്ങനെ എന്നും ഉണർത്തിക്കൊണ്ടിരിക്കും. ആ അന്തരീക്ഷത്തിൽ കുറ്റവാളികളായി പരിഗണിച്ചിരുന്ന നമ്മെ കണ്ടിട്ട് ഒറ്റിക്കൊടുക്കാൻ വന്നവന്റെ ഹൃദയം പോലും അലിയും. അങ്ങനെ നിരവധി പേര് ആ കാലഘട്ടത്തിൽ റോമാക്കാരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ തിരുവെഴുത്തിന്റെ ചരിത്രത്തെ ആസ്പദമാക്കി പറയുമ്പോൾ ഒരിക്കൽ എതിർപ്പിന്റെ മനസ്സോടെ ഈ പുസ്തകത്തെ, അതിൽ വിരാജിക്കുന്ന നസ്രായനായ യേശുവിനെ, അവന്റെ സുവിശേഷത്തെ നിരാകരിച്ച ജീവിതങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഈ ഗ്രന്ഥം കയ്യിലെടുക്കാൻ പ്രാപ്തരായി മുമ്പോട്ട് വന്നു എന്ന് ഞാൻ സന്തോഷപുരസരം പറയട്ടെ. ആദരനായ ശശി തരൂരിന്റെ കുടുംബത്തിലുണ്ട് ഈ ബൈബിൾ എടുത്ത ആളുകൾ. ആദരനായ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ വീട്ടിൽ ഈ പുസ്തകം എടുത്ത ആളുകളുണ്ട് എന്നത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. സർവശ്രീ ബഹുമാന്യനായ നായനാരുടെ, നമുക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ട നായനാരുടെ കുടുംബത്തിൽ നിന്നും ഈ പുസ്തകം കരങ്ങളിലെടുത്ത ആളുകളുണ്ട് എന്നത് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഈ ക്രൂസിന്റെ സാക്ഷികളായി പിൽക്കാലത്ത് ഇറങ്ങിത്തിരിക്കുമെങ്കിൽ ഈ രാത്രി യോഗം കഴിയുമ്പോൾ ഈ ദേശം ഉണരട്ടെ, ഈ ഗ്രാമം ഉണരട്ടെ, ഈ പന്തലിനുള്ളിൽ ആ ദൈവകൃപ വ്യാപരിക്കട്ടെ, യേശുവിനെ അനുധാവനം ചെയ്യുന്ന ഒരു ജനത്തിന്റെ ആവിർഭാവം ഈ രാത്രി സംഭവിക്കട്ടെ. സ്തോത്രം. ഞാനെന്തിനാ പറഞ്ഞേ സഹോദരങ്ങളെ? ഇവിടെ ഇതാ ഈ ചർച്ച് പീഡിപ്പിക്കപ്പെട്ടു ഇതുപോലെ. അന്നത്തെ പീഡയുടെ ചില കഥകളെ പറഞ്ഞോളേ. ചുണ്ണാമ്പ് ചൂളയിലേക്ക് കക്ക നീട്ടിയിട്ട് അതിലേക്ക് മനുഷ്യനെ ഇറക്കി നിർത്തി കൊന്നുകളയും. ഭാര്യയുടെയും മക്കളുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് ആ വീട്ടിലെ ആ കുടുംബനാഥനെ പിടിച്ച് സിംഹത്തിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്നത്. അത് കണ്ണു തുറന്ന് കാണുന്നില്ല, ചാട്ടക്കടിക്ക് ഈ അമ്മയുടെ ഒക്കത്ത് കിടക്കുന്ന പിഞ്ചോമനെ പിടിച്ച് നിലത്തടിച്ചു കൊല്ലും. നിങ്ങളതൊക്കെ ഒത്തിരി സംഭവങ്ങൾ പറയാനുണ്ട്. ഞാനൊരിക്കലൊരു കാഴ്ച കണ്ട് ഹൃദയം വല്ലാതെ നുറങ്ങി. ഈജിപ്തിൽ ഒരു സവിശേഷമായ സ്ഥലമുണ്ട്, കണ്ടാൽ അനാകർഷണീയമാണ്. എന്തിനാണ് ഈ ഗൈഡ് ഇതുവഴി കൊണ്ടുപോകുന്നൊന്നും തോന്നിയില്ല. ഒടുക്കം ചെല്ലുമ്പോൾ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ബിൽഡിങ്, അധികം പൊക്കമില്ല. അവിടേക്ക് പണമടച്ച് കയറണം. കയറിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൻ്റെ നിലകൾ താഴേക്കാണ്, അണ്ടർഗ്രൗണ്ട് ബിൽഡിങ്ങാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ കുറേ കന്യാസ്ത്രീകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എനിക്ക് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഈ സിമൻറ്റ് പന്തൽ കാണാൻ വേണ്ടി പോവില്ല. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ കാണണം. ഞാൻ ആ ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനങ്ങോട്ട് വരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, വരണം. ഇപ്പം സംസാരിച്ച് കഴിഞ്ഞ് കാണുന്ന കാഴ്ച, ധാരാളം തലയോട്ടികൾ വച്ചിരിക്കുന്നു. ആ തലയോട്ടികൾ ഗ്ലാസ്സിനുള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ്. ആ തലയോട്ടികൾക്കെല്ലാം ഒരു പ്രത്യേകത ഗൈഡ് കാണിച്ചു തന്നു. ഉച്ചയ്ക്കൊരു മുറിവുണ്ട് ചില മുറിവുകൾക്കുള്ളിൽ സൂചിമുന പോലെ തടി രൂപപ്പെടുത്തിയിട്ട് അതടിച്ചിറക്കി അനങ്ങാതിരിപ്പുണ്ട്. ചിലതിൽ വലിയ ഇരുമ്പാണികൾ അടിച്ചിറക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, കലിഗുള എന്നു പേരായൊരു റോമൻ ചക്രവർത്തി ക്രൈസ്തവ യുഗാക്കളെ കൊന്ന രീതി ഉച്ചയ്ക്ക് ഇങ്ങനെ കൂർത്ത തടിയടിച്ചിറക്കിയായിരുന്നു. ഇത് കാണാൻ അമ്മയെ കൊണ്ടുവരും. സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് കൂർത്ത ഇത്തരം തടിയടിച്ച് മകനെ കൊല്ലുമ്പോൾ എന്താ വേണ്ടതെന്നറിയണ്ടേ? നിനക്കും വരുന്നു അടുത്തത്. അതുകൊണ്ട് യേശുവിനെ തള്ളിപ്പറയണം. അമ്മമാർ യേശുവിനെ തള്ളിയില്ല. സ്വന്തം മക്കൾ പിടഞ്ഞു മരിക്കുമ്പോഴും യേശുവിനെ തള്ളാത്ത മഹാപ്രതിഫലമുള്ള ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യമായി രാത്രി നമ്മുടെ എല്ലാം കരുത്ത്. ആ ധൈര്യത്തിൻ്റെ ഒരളവ് അടിയനം തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരളവ്
അത് നമ്മെ മാറ്റിമറിക്കും, നമ്മുടെ സ്ഥിതിഗതികൾ മാറ്റും. ഇങ്ങനെ കഷ്ടങ്ങളുടെ തീച്ചൂള കടന്ന് ഇവിടെ വരെ വന്നവരാ നമ്മൾ. അഭിമാനമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രണ്ടു തരം പീഡകൾ ശക്തിപ്പെടുമ്പോൾ എബ്രായ ക്രൈസ്തവർ ആകെ വിഷമിച്ചു. 9-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കാണുക, ഇവരുടെ വീടുകൾ വന്ന് കൊള്ളയടിച്ചു. എങ്ങനെയാ കൊള്ളയടിക്കുമോ എന്ന് അറിയണ്ടേ? അവർ മനസ്സിലാക്കി ഇതൊക്കെ പോട്ടെന്നേ, നമുക്ക് നിലനിൽക്കുന്നൊരു സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരം സഹിച്ചു കളഞ്ഞു. മാത്രമല്ല, ഇവർ ചിലരെ വലിച്ചിഴച്ച് തടവിലാക്കി. തടവിൽ കൊണ്ടിട്ടപ്പോ സഭ കളക്ഷൻ എടുത്തിട്ട് തടവിൽ പോയ ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. അവരെ തള്ളിക്കളഞ്ഞില്ല. ഇബ്രാഹിമിനടുത്ത് പറയുക, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിക്കുക മാത്രമല്ല, സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞുകൊണ്ട് സമ്പത്തുക്കളുടെ അപഹാരം കൊള്ള നിങ്ങളെ കൊള്ളയിട്ടപ്പോൾ പോട്ടെന്ന് വെച്ചു. ചെറിയ നഷ്ടം സഹിക്കാൻ കഴിയാത്ത എത്ര വിശ്വാസി ഇന്ന് ഇവിടെ ഇരിപ്പുണ്ടെന്നേ. നമുക്ക് ലജ്ജയോടെ വേണം ഇവിടുന്ന് പോകാൻ കേട്ടോ. ചെറിയൊരു നഷ്ടം. എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചേ. ഈ പീഡയുടെ ആധിക്യത്തിൽ വേറൊരു സംഭവം ഉണ്ടായി. നമ്മുടെ എബ്രായ സഭയിലെ അല്ലെങ്കിൽ പഴയ യഹൂദ സഭയിലെ ചില മേനവന്മാർ വന്നിവരെ കാണാൻ. ഇവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പള്ളി വിട്ടു പോയില്ലേ, നിങ്ങൾ മതം വിട്ടു പോയില്ലേ, നിങ്ങൾ യഹൂദ സഭ വിട്ടു പോയപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ കേട്ടെ? ക്രിസ്തു സമാധാനം തരും, സന്തോഷം തരും, ആനന്ദം തരും, അതിജീവനം തരും. പക്ഷെ കിട്ടിയതെന്താ? കണ്ണീരും ചോരയും വിയർപ്പും അല്ലേ. പള്ളി വിട്ടിറങ്ങിയ നാളെ മുതൽ ഒരു ശാപം നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. ഇതാ കാരണം. നിങ്ങൾ എന്തിനെതിരാ പറഞ്ഞേ? പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി പിതാക്കന്മാർ പ്രാപിച്ചു കൊണ്ടുവന്ന അതിവിശുദ്ധ വിശ്വാസത്തിന്റെ ആധാരശിലകളെ മുഴുവൻ പൗലോസ് എന്നൊരുവൻ വന്ന് പ്രസംഗിച്ച് അട്ടിമറിച്ചു തകർക്കാൻ വന്നപ്പോൾ ക്രിസ്തുവെന്നൊരാൾ ക്രൂശിൽ മരിച്ചു എന്ന് പാടിക്കൊണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ച ഈ ചിന്താധാരയുടെ പിന്നിൽ അണിനിരുന്നപ്പോൾ നിങ്ങൾക്ക് നഷ്ടമല്ലേ വന്നത്? ഒറ്റ ഉപാധി നിങ്ങളുടെ മുമ്പിൽ, ക്ഷമ പറഞ്ഞ് തിരിച്ചു വരണം. ഞാൻ നോക്കട്ടെ, പള്ളിയിലെ രജിസ്റ്ററിലെ പേരൊന്നും വെട്ടിയിട്ടില്ല. വാ. ഈ തണുത്ത ഒരു മാനസികാവസ്ഥ എഴുത്തുകാരൻ പൗലോസ് എറിഞ്ഞിട്ട് അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ വേണ്ടി എഴുതുന്ന ഗ്രന്ഥത്തിൻ്റെ പേരാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ വളരെ സവിശേഷമായ ഒരു പ്രയോഗം. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച കണ്ണീരോടും പ്രാർത്ഥനയോടും കൂടെ അഭയയാചന കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇതാണ് വായിച്ചത്. അവിടെ നമ്മുടെ ചിന്തയിൽ ഞാൻ പ്രധാനപ്പെട്ട 3 സന്ദർഭങ്ങൾ കൊണ്ടുവരുന്നു. ഈ 3 സന്ദർഭങ്ങളും യേശു കരഞ്ഞ സന്ദർഭങ്ങളാണ്. ബൈബിളിൻ്റെ രേഖ അനുസരിച്ച് 3 ഇടത്ത് യേശു കരഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് യേശു കരഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 34, 35, 36 വാക്യങ്ങളിൽ ലാസറിൻ്റെ ഉയർപ്പിനോടനുബന്ധിച്ച് ആ കല്ലറക്കൽ വച്ചാണ്. രണ്ടാമത്തെ കരച്ചിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സുവിശേഷങ്ങളിലാണ്. അതിലൊരു വചനം ഉദ്ധരിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള 41, 42 വേദഭാഗങ്ങളിലാണ്. യേശു യെരൂശലേമിനോട് സമീപിക്കുമ്പോൾ അതിനെ വിചാരിച്ച് കരഞ്ഞു. മൂന്നാമത്തെ കരച്ചിൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് യേശു ക്രൂശിൽ കിടന്നു ഏലി ഏലി ലമ്മ ശബക്താനി എന്നിങ്ങനെ കരഞ്ഞു. 3 സന്ദർഭങ്ങൾ. 1 ലാസറിൻ്റെ കല്ലറയ്ക്കൽ. 2 യേശു കരഞ്ഞത് അവൻ യെരൂശലേമിനോട് സമീപിക്കുന്ന ഘട്ടം, അതായത് ഒരു കഴുതപ്പുറത്തേറി യേശു വരുന്ന ആ രംഗം. 3-ാമത്തെ സന്ദർഭം അവിടുത്തെ കാൽവറി ക്രൂശിലാണ്. എന്തിനാണ് കരഞ്ഞത്? ഇതൊരു സുപ്രധാനമായ സംഭവമാണ്. ഒരുപക്ഷെ വിശ്വാസികളല്ലാത്ത, ഈ പന്തലിനുള്ളിൽ ഇരിക്കാത്ത, പുറമേ നിന്ന് വചനം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ന്യായമായി ഉദ്ധരിക്കാവുന്ന ഒരു ചോദ്യം: ദൈവം കരയുമോ?
ദൈവം എന്തിനാണ് കരഞ്ഞത്? ദൈവത്തിന് യോഗ്യമാണോ കരച്ചിൽ? ഞങ്ങളുടെ സംവാദവേദികളിൽ മുസ്ലിം സഹോദരന്മാരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. യേശു നല്ലൊരു മനുഷ്യനൊക്കെയാണ്, നല്ല പ്രവാചകനാണ്, പക്ഷേ ദൈവമൊന്നുമല്ല, അതുകൊണ്ട് കരഞ്ഞതെന്തിനാ? ദൈവം കരയുമോ? ദൈവം കരയുമോ എന്ന് മാത്രമല്ല, മറ്റൊരു ചോദ്യം കൂടി ചോദിക്കും. ദൈവം മനുഷ്യനാകുമോ? ദൈവം മരിക്കുമോ? അല്ലല്ല, ദൈവം ജനിക്കുമോ? ചുരുക്കി പറഞ്ഞാൽ മനുഷ്യത്വമുള്ളൊരു ദൈവമോ? അതെന്താണ് കാര്യം? ആ ചോദ്യം തീർച്ചയായും അർത്ഥവത്താണ്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അതുവഴി വരാൻ ഈ കരച്ചിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഞാനതിലേക്ക് വരാം. എന്തിനാണ് യേശു കരഞ്ഞത് എന്ന് പറയും മുമ്പ് യേശു ആരാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സന്ദർഭത്തെ ആസ്പദമാക്കിയാണ് നേതൃസ്ഥാനത്ത് വരുന്നത്. ചിലർ അത്തരം നേതാക്കന്മാരെ ദൈവമായി കാണും. ഞാൻ വിചിത്രമായ ഒരു കാഴ്ച ഗുജറാത്തിൽ കണ്ടു. ആ കാഴ്ച വേറൊന്നുമില്ല. ഗോഡ്സെ നമ്മളറിയുമല്ലോ, മഹാത്മജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ. ആ ഗോഡ്സെക്ക് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഒരു ആരാധനാലയം ഗുജറാത്തിലുണ്ട്. അത് കണ്ട് ചിരി വന്നുപോയി. ആ ഗ്രാമം കണ്ട് ചിരിച്ചു. കാരണം മഹാത്മജി എന്ന ലോകം വാഴ്ത്തുന്ന ആദരണീയനായ ആ വ്യക്തിത്വത്തെ കൊന്നളഞ്ഞു. ആ വ്യക്തിക്ക് ഒരു ദേവാലയം പണി കഴിപ്പിച്ച് അവിടെ ഇരുന്ന ആളുകൾ ആ വ്യക്തിയെ ദൈവമായി കണ്ട് പ്രാർത്ഥിക്കുക. ഒരിക്കലും ഈ ഗോഡ്സെ ഈ സംഭവത്തിന് മുമ്പ് ദൈവമല്ല. എന്നെയും നിങ്ങളെയും പോലും മനുഷ്യരാ, ഒരു സാധാരണ മനുഷ്യനാ. എന്നാൽ ഏതൊക്കെയോ കാരണത്താൽ ഈ ഗോഡ്സെ അവിടെ ആദരിക്കപ്പെട്ടു. വ്യക്തികൾ പലപ്പോഴും ഇങ്ങനെയാണ്. അവർ സാമൂഹിക പരിഷ്കർത്താക്കളാണ്. അവർ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാണ്. ഗോഡ്സെയുടെ കാര്യം ഒഴിച്ചാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു, ഇത്തരം ആളുകളും അണികളും സജ്ജരാകുന്നു. അതിനൊരു ഇൻസിഡൻറ്റ് പറയണം. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒരു വാദത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയല്ല. ഇതുപോലെ ചിലരെ എടുക്കാം. ഇതിനൊരു അപവാദം ഈ യഹൂദന്മാരുടെ ചിന്തയാണ്. മോശ ശ്രദ്ധേയനായൊരു ലീഡറാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, അവരെ രൂപപ്പെടുത്തിയ വ്യക്തിത്വമാണ്. അബ്രഹാം വേണമെന്നെങ്കിൽ അവരുടെ രാഷ്ട്രത്തിന് തന്നെ സങ്കല്പങ്ങൾ അദ്ദേഹമാണ് രൂപപ്പെടുത്തിയെന്ന് പറയാം. രാഷ്ട്രപിതാവാണെന്ന് പറയാം. അദ്ദേഹമാണ് അവരുടെ ജീവിതചര്യകളെ മുഴുവൻ വിഭാവനം ചെയ്ത ആദ്യ ദർശനത്തിന്റെ ഉടമയെന്ന് പറയാം. ഇനി നമുക്ക് മുമ്പോട്ട് വരാം. ദാവീദ് എന്നൊരു മനുഷ്യനെ എടുക്കാം. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തനായ ഒരു രാജാവാണ്. നിങ്ങൾക്കറിയണ്ടേ, ഇന്നും ഒറ്റ യഹൂദനും ഈ ദാവീദിനെ ദൈവമായി കാണുന്നില്ല. ഒറ്റ യഹൂദനും മോശയെ ദൈവമായി കാണുന്നില്ല. ഒറ്റ യഹൂദനും അബ്രഹാമിനെ ദൈവമായി കാണുന്നില്ല. എന്നാൽ മറ്റു മതചിന്തകളുടെ അവസ്ഥ അങ്ങനല്ല. അതിൽ പ്രമാണിമാർ പതുക്കെ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വരാറുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ ചില വേർഷനുകൾ എടുക്കുക. ആ വേർഷനുകളിൽ ഞങ്ങൾ ഇവാഞ്ചലിക് ക്രിസ്ത്യൻസ് ഒഴികെ മിക്ക ക്രൈസ്തവരും അവർക്കിടയിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകത, നെടുനായകത്വം വഹിച്ച് ഒരു സ്ഥാപനത്തെ നയിക്കുകയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധേയമായ ജീവിതം നയിക്കുകയോ ബൈബിളിലെ ഏതെങ്കിലും കഥാപാത്രങ്ങളെയോ ദൈവതുല്യമോ അല്ലെങ്കിൽ വാഴ്ത്തിപ്പാടുന്ന ഒരു പ്രവണതയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ആദരണീയനാണ്. ആദരണീയനായ മറിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധയായ ഒരു കർത്തൃദാസിയാണ്. പത്രോസ് ആദരണീയനാണ്. അവരെ ഒക്കെ ആദരിക്കും. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. പക്ഷെ ആരാധിക്കില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ 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 ഒരാൾ മാത്രം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അതാണ് യഥാർത്ഥ ക്രിസ്ത്യവിശ്വാസത്തിന്റെ ആധാരം. അതുകൊണ്ട് ഇവരെ ആരെയും അപമാനിക്കലല്ല അതിന്റെ ആധാരം. സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു സംഭവത്താൽ ആരാധിക്കപ്പെടേണ്ടവനാണോ? യേശു ദൈവമാണോ? ഒരു ചോദ്യം. ഞങ്ങളോട് ചാരണം ചോദിക്കുന്ന ചോദ്യം, യേശുക്രിസ്തു എപ്പോഴെങ്കിലും ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഈ ആംഗ്ലിക്കൻ ചർച്ച് വിട്ടുപോയ ഒരു പുരോഹിതൻ അദ്ദേഹം പറയുന്നു യേശു ഒരിക്കലും ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ചർച്ച് വിട്ടുപോയതാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരാളാണ്, യൂട്യൂബിലൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് തെറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞ, ബൈബിൾ വായിക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയ പിഴവാണ്. പുരോഹിതന്മാരൊക്കെ ബൈബിൾ വായിച്ചു തുടങ്ങണം. അപ്പോൾ ഇത്രയും വലിയ അബദ്ധം പറയില്ല. ഇനി മറ്റൊരു ചോദ്യം, എനിക്ക് യേശു ദൈവമാണെന്ന് സ്വയം പറഞ്ഞാൽ ദൈവമാകുമോ? അതാണ് അടുത്തൊരു ചോദ്യം. ഏതെങ്കിലും ഒരാൾ ഞാൻ ദൈവമാണ് എന്ന് സ്വയം പറഞ്ഞാൽ ദൈവമാകുമോ? അങ്ങനെയെങ്കിൽ അങ്ങനെ പറഞ്ഞ എല്ലാവരെയും ആക്കാൻ പറ്റുമോ? ഞാൻ തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യത്തിന് വിലയില്ലെന്ന് പറഞ്ഞവനാ കർത്താവ്. എനിക്ക് സാക്ഷ്യം പറയാൻ വേറെ ആളുണ്ടെന്ന് കൃത്യം പറഞ്ഞിട്ട് ആളിനെ നമ്മുടെ ഇടയിൽ പരിചയപ്പെടുത്തി. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ ഇങ്ങോട്ടൊന്ന് പറയാം. ബഹുമാന്യരെ, നമുക്കറിയാം യേശുക്രിസ്തു മറിയ ജോസഫിൻ്റെ മകൻ എന്ന് ലോകം വിചാരിച്ചു എന്നാണ്. അങ്ങനെ വിചാരിച്ചോട്ടെ, തെറ്റൊന്നുമില്ല. യേശുവിന് സഹോദരിമാരുമൊക്കെ ഉണ്ട്. ബൈബിളിൽ കൃത്യം എഴുതിയിട്ടുണ്ട്, ഇവൻ യാക്കോബ് യോസേ എന്നിവരുടെ സഹോദരനല്ലയോ, ഇവൻ്റെ സഹോദരിമാരെയും നമ്മൾ കാണുന്നല്ലേ എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്.
അങ്ങനെയെങ്കിൽ ഒരു 12-ാം വയസ്സിൽ യേശു ദേവാലയത്തിൽ മുതിർന്ന മനുഷ്യരുമായിട്ടൊക്കെ സംവാദിക്കുന്നു. ഈ ജ്ഞാനമെല്ലാം കണ്ടവരമ്പരന്നു. പക്ഷെ ഒരു കുഴപ്പം, ഈ ജ്ഞാനം ഉണ്ടെന്ന് കരുതി വിശപ്പിന് ആഹാരമാകില്ല. ജ്ഞാനം വിറ്റാലൊന്നും ആഹാരമാകില്ല. ഇപ്പം ഈ ഡിജിറ്റൽ യുഗത്തിൽ അതൊക്കെ പറ്റും, പക്ഷെ പണ്ടതൊന്നും കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു 18 വർഷം യേശു എവിടെ ആയിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ചില വിദ്വാൻമാർ പറയുന്നത് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ അഭ്യസിച്ചിട്ട് യേശു തിരിച്ചുപോയി. എന്നാൽ ഇന്ത്യക്കാരൻ ഒരാൾ ഈ വെള്ളത്തിന് മീതെ നടന്നൊന്ന് കാണിക്കുക. ഇത് തുടങ്ങിയ സ്ഥലമല്ലേ, ഒന്ന് നടന്ന് കാണിക്കുക. ഇവിടുന്ന് കൊണ്ടുപോയി ഇത്രയും വലിയ വിദ്യ പഠിച്ചിട്ട് അങ്ങനെയൊക്കെ വാദം കേട്ടിട്ടുണ്ട്. കാശ്മീരിൽ യേശുവിൻ്റേതെന്ന് പറഞ്ഞൊരു കല്ലറ മിസാർ ഗുലാം അഹമ്മദ് എന്നൊരാൾ രൂപപ്പെടുത്തിയിട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരനാണ് മിസാർ ഗുലാം അഹമ്മദ്. യേശുവിൻ്റെ കല്ലറ കാശ്മീരിലുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പാഠമുണ്ട്. ഇന്ത്യയിൽ യേശു വന്നു, ഈ കാലയളവിൽ നിന്ന് ഇവിടുത്തെ വിദ്യകളൊക്കെ പഠിച്ചു. നമുക്ക് പണ്ടുണ്ട് ഈ ബോംബും ആധുനിക സംവിധാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് പഠിച്ചിട്ട് പോയി പ്രയോഗിച്ചതാണെന്ന് അമേരിക്ക നാഗസാക്കിയിൽ. പക്ഷേ ഇതിൽ കാണേണ്ട കാര്യം, ഇന്ത്യ വർഷങ്ങളായിട്ട് ഈ സാധനം ഉണ്ടായിട്ടും ഇവിടുത്തെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താ പറ്റിയേ? ഒരു പിടിയില്ല. പോട്ടെ, അങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ ഉത്തരമില്ല. പിന്നെ നമ്മൾ പറയാറുണ്ട് ഇന്ത്യക്കാർ വലിയ ബുദ്ധിമാന്മാരാണ്, ഇന്ത്യക്കാർ ബുദ്ധിമാന്മാരാണ്. എന്നോട് ഒരാൾ പറഞ്ഞത് പൂജ്യം കണ്ടുപിടിച്ചത് ആര്യഭടനാണ്. സംശയമൊന്നുമില്ല, അത് ബുദ്ധിയുടെ വലിയ കാര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു 1, 2, 3, 4 ഒക്കെ കണ്ടുപിടിച്ചേ? അതും ബുദ്ധിമാന്മാരല്ലേ? എത്ര എണ്ണസംഖ്യ, എണ്ണിയാലൊടുങ്ങാത്ത എണ്ണസംഖ്യ ഉണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചതും ബുദ്ധിയല്ലേ? അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും ബുദ്ധിമാന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താ അറിയണ്ടേ? ഇന്ത്യയിലെ ബുദ്ധിമാന്മാർ അവരുടെ ബുദ്ധി ആളും തരവൊക്കെ നോക്കിയേ വിഭജിച്ച് കൊടുത്തുള്ളൂ. അതാ കുഴപ്പം. എടുത്തു പറഞ്ഞാൽ നമ്മുടെ ഭാഷാപിതാവിൻ്റെ പേര് എഴുത്തച്ഛൻ എന്നാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ അവസ്ഥ കേൾക്കണമായിരുന്നോ? എഴുത്തച്ഛന് വിദ്യ അഭ്യസിക്കാൻ കഴിയില്ല. ജാതിപരമായി ശ്രേണിയിൽ താണ വ്യക്തിയായിട്ട് വിദ്യ അഭ്യസിക്കാൻ വയ്യ. എന്നിട്ടും വിലക്കുകളെ ലംഘിച്ച് എഴുത്തച്ഛൻ പഠിച്ചു. അപ്പോൾ എഴുത്തച്ഛൻ പഠിച്ചു എന്നോ? മലയാള ഭാഷയുടെ പിതാവല്ലേ തുഞ്ചത്ത് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ പഠിച്ചു, നല്ല അറിവ് സിദ്ധിച്ചു എന്ന് കേട്ടപ്പോൾ ചാട്ടക്കടിച്ചു. ചാട്ടക്കടിച്ചിട്ട് അടുത്തൊരു ശിക്ഷ. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ട് എന്ത് ചെയ്തു? എഴുത്തച്ഛൻ്റെ ചുമലിലേക്ക് ഈ ചക്കാട്ടുന്ന വിദ്യ. അങ്ങനെ പുതിയ പിള്ളേർക്കൊന്നും ചക്കാട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയില്ല. എണ്ണ എടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ മില്ലിൻ്റെ പ്രാക്തനമായ രൂപം. അത് ഒരു മരക്കമ്പ് ഒരു കന്നുകാലിയുടെ തോളിൽ വെച്ചിട്ട് അതിനെ കൊണ്ടിങ്ങനെ വട്ടം ചവിട്ടിക്കുമ്പോഴാണ് ഈ തേങ്ങയൊക്കെ പൊടിഞ്ഞ് നമുക്ക് എണ്ണയായിട്ട് കിട്ടുന്നത്. ഇത് ഈ ചക്കിൻ്റെ മുനമ്പം ഈ എഴുത്തച്ഛൻ്റെ ശരീരത്തിലേക്ക് വെച്ചിട്ട് ചാട്ടക്കടിച്ചിട്ട് എഴുത്തച്ഛനെ കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കളഞ്ഞു. അതുകൊണ്ടും തീരാഞ്ഞിട്ട് മദ്രാസിലേക്ക് നാട് കടത്തി. കാലമൊത്തി കഴിഞ്ഞപ്പോൾ ചരിത്രം എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായിട്ട് പുകഴ്ത്തി വാഴ്ത്തി. എന്താ പറഞ്ഞേ? ഇതായിരുന്നു നാട്. നമ്മുടെ നാട്ടിൽ അറിവുണ്ടായിരുന്നേ, നമ്മുടെ നാട്ടിൽ പ്രാപ്തരുണ്ടായിരുന്നേ. പക്ഷേ എന്ത് ചെയ്താൽ ഒരു വരേണ്യ വർഗം അത് താഴേക്ക് വിട്ടുകൊടുക്കുകയില്ല. അതിന് താഴേക്ക് അറിവ് ഇറങ്ങാനായിട്ട് സമ്മതിക്കില്ല. എന്തൊക്കെയോ കുഴപ്പം വരുമെന്നാ ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങളോട് പറയാം. എൻ്റെ മാത്രമല്ല പലരുടെയും സാക്ഷിയാണ്. ഇന്ത്യയിൽ പൗരാണികമായ സങ്കല്പം അനുസരിച്ച് വലിയ വലിയ സംഗതികൾ കണ്ടുപിടിച്ച ആളുകളും വിദ്യാസമ്പന്നരും വിദ്യയ്ക്ക് വേണ്ടി തന്നെ ദേവീദേവ സങ്കല്പങ്ങളുമൊക്കെ ഉള്ള ഒരു നാടായിരുന്നു. എനിക്കതിനോട് ഒരു അനാദരവുമില്ല. കാരണം ഇവിടെയുള്ള മഹാരഥന്മാർ സംസ്കൃതത്തിലുമൊക്കെ നല്ല പാണ്ഡിത്യം നേടിയ ആളുകൾ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്രതിഷേധം ഇത്രേ ഉള്ളൂ, എന്ത് ചെയ്താൽ ഇത് എനിക്ക് തന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തന്നത് ബെഞ്ചമിൻ ബെയ്ലി. അതിനുശേഷമാണ് ഞാനിത് പഠിച്ചു തുടങ്ങി. അർണോസ് പാതിരി വന്ന ശേഷം, കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലി വന്ന ശേഷം, ബേക്കർ സാഹിബ് വന്ന ശേഷം, തോമസ് നോട്ടൺ വന്ന ശേഷമാ വിദ്യ എന്ന 2 അക്ഷരം സാധാരണ ജനങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയത്. വിദ്യയുടെ തീനാളം അങ്ങോട്ട് ആളി കത്തിക്കഴിഞ്ഞപ്പോൾ ഇത്തരം വ്യവസ്ഥകളൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ വീണു. ഇനി ഞങ്ങൾ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ഈ സ്നേഹത്തിന്റെ ചങ്ങല യേശുവിനോട് ചേർത്ത് ബന്ധിച്ചുകൊണ്ട് വിദ്യയുടെ വിപ്ലവം തുടങ്ങി വെച്ചത് ഇന്ന് പേര് കേൾക്കുന്ന പലരുമല്ല, ചതുരവടിവുള്ള അക്ഷരങ്ങളെ വട്ടെഴുത്താക്കി മാറ്റിയത് ബെഞ്ചമിൻ ബെയ്ലിയ. ഇതിവിടെ നടക്കുമ്പോൾ അങ്ങ് ഗുണ്ടർട്ടെ അങ്ങ് നമ്മുടെ മലബാറിലുമല്ല ഇത് ചെയ്തു. ഞാനിതൊക്കെ സമയമെടുത്ത് പ്രസംഗിക്കുക. ഞാൻ ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞ് 2 പ്രസംഗം പറഞ്ഞ് കിടപ്പുണ്ട്. അതിലിതെല്ലാം സുവ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബൈബിളിൽ തന്നെ നിൽക്കണം, തിരിച്ചു വരാം. എന്തിനാണ് പറഞ്ഞതെന്ന് അറിയണ്ടേ? പ്രിയപ്പെട്ടവരെ, യേശുവിനെ എന്നറിയണേ, യേശുവിനെക്കുറിച്ചൊന്ന് പഠിക്കണേ, കാര്യങ്ങളൊന്ന് ഗ്രഹിക്കണം. യേശു അങ്ങനെ 18 വയസ്സ് വരെ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ബൈബിളിൽ കൃത്യ ഉത്തരവുണ്ട്. അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിക്കഴിഞ്ഞു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ. വീട്ടിൽ അങ്ങനെ തെറ്റാണ്. മാതാപിതാക്കൾക്ക് കീഴടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞില്ല. അവൻ നാട്ടിൽ അവിടുന്ന് ചാടി ഇവിടെ വന്നു എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് കീഴടങ്ങി കഴിയാത്തവനാണ്. മനസ്സിലായില്ലേ? ഇവിടെ വന്ന് ഏതാണ്ടൊക്കെ പഠിച്ചിട്ട് പോയി.
എവിടെ? ചുമ്മാ ഊഹം പറയാതെ തെളിവ് വെക്ക്. തെളിവ് വെച്ച് സംസാരിക്കണം. തെളിവാ പറയണ്ടേ. ഞാനത് പറയുമ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഈ ബ്രിട്ടീഷുകാർ കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു. നിങ്ങൾ ഈ പരസ്യം നടത്തുന്ന പാസ്റ്റർമാരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പരസ്യമൊക്കെ നടത്തുമ്പോൾ അതുകൂടി സാറേ, ചില ആളുകൾ വന്നിട്ട് നമ്മുടെ അടുത്ത് നമ്മളെല്ലാം ഈ ബ്രിട്ടീഷ് പക്ഷപാതികളാണ് എന്നൊരു രീതിയിൽ സംസാരിക്കും. തുറന്നു പറയാൽ എനിക്കല്പം ബ്രിട്ടീഷ് പക്ഷപാതം ഉണ്ട്. എന്തിനാ കള്ളം പറയുന്നത്? ഇതൊക്കെ കൊണ്ടാ ഈ പറഞ്ഞുകൊണ്ടാ. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടല്ല കേട്ടോ, ഇന്ത്യയിൽ വന്ന മിഷണറിമാരോടെ. രണ്ടും രണ്ടാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ കൊള്ളയടിക്കാൻ വന്ന അവരോടെന്തിനാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ കൊള്ളയടിക്കും മുമ്പ് ഇന്ത്യയിലെ രാജാക്കന്മാർ ഇന്ത്യ കൊള്ളയടിക്കായിരുന്നു. കൊള്ളക്കാർ ഒരുപോലെ കാണണം. അത് നാട്ടിലെ കൊള്ളക്കാരനും വിദേശ കൊള്ളക്കാരനും രണ്ടാകുമോ? 108 വിധ കരം പിരിച്ച നരാധമന്മാരുടെ പേരാ ഇന്ത്യയിലെ രാജാക്കന്മാർ. തെളിവ് വെച്ചേ സംസാരിക്കാവൂ. 108 വിധ കരം കണ്ടോ? ഇപ്പോഴൊക്കെ നമ്മുടെ കരം കുറവാണെന്ന്. പണ്ടത്തെ സ്ഥിതിക്കണം. 108 വിധ കരം. ആ കരങ്ങളുടെ പലതിൻ്റെയും പേര് പൊതുജനസമക്ഷം പറഞ്ഞുകൂടാ. നടക്കരം, കുടിക്കരം, കിടക്കരം, മുലക്കരം, തലക്കരം. കണ്ടോ? അമ്മ മാറ് മറക്കുന്നതിന് കരം കൊടുക്കേണ്ടി വന്ന ഒരു നാടിൻ്റെ പേരാണ് കേരളം. മനസ്സിലായില്ലേ? അതൊക്കെ മാറ്റിമറിച്ചത് എന്താ? എങ്ങനെയാ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നത്? ഈ പുസ്തകം പഠിക്കണമെന്നേ, ചരിത്രം കൂടി പഠിക്കണം. ഒത്തിരി വസ്തുതകൾ പറയാനുണ്ട്. 108 വിധ കരം തിരുവിതാംകൂർ രാജാക്കന്മാർ പിടിക്കും. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുകഴ്ത്തി പറയുന്ന ടിപ്പു സുൽത്താനും ഒക്കെ ഇല്ലേ? ഈ സുൽത്താനൊക്കെ എന്തോ ചെയ്തെന്ന് പറയുന്ന വാര്യംകുന്നൻ, ടിപ്പു സുൽത്താൻ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും ആവേശമാണ്. ഒരാവേശം വേണ്ട. ജനാധിപത്യം പുലർന്ന് മര്യാദയ്ക്ക് നമ്മളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പരിചയമല്ലെന്ന്. അവരവരുടെ മക്കൾക്കും 8ഉം 10ഉം ഭാര്യമാരുണ്ട്. അവർക്കും ഒക്കെ വേണ്ടി സുഖലോലുവരായി നമ്മളെയൊക്കെ വെച്ച് പണിയെടുത്ത് കഷ്ടപ്പെടുത്തി ജീവിച്ചവരാ ഈ പറയപ്പെട്ട രാജാക്കന്മാർ. ഒറ്റ രാജാവും ഇന്ത്യയിൽ മര്യാദയ്ക്ക് ഭരിച്ചിട്ടില്ല. കൊണ്ടേ തെളിവ് പറയുന്നുണ്ട്, ഇന്ന രാജാവ് ഡീസൻ്റ് ആയിരുന്നു. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഔദാര്യം അവർ കാണിച്ചു എന്ന് വേണം പറയാൻ. ഇന്നേ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നു മുതലുള്ള ഇന്ത്യ എന്നറിയോ? 1947 ശേഷമുള്ള ഇന്ത്യ. അതിനു മുമ്പുള്ള ഇന്ത്യ എനിക്ക് ഭയമാണ്. അതിനു മുമ്പുള്ള ഇന്ത്യ എനിക്ക് ഭീകരമാണ്. കാരണം എന്താ? മനുഷ്യനെ വില പറഞ്ഞ് വിൽക്കുന്ന ചന്തയായിരുന്നു തിരുനക്കര. ആ ഇന്ത്യയെ ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടപ്പുള്ള കാര്യമല്ല. നോക്കണം, അമ്മയ്ക്ക് മാറുമടക്കാൻ നികുതി അടയ്ക്കേണ്ടി വന്ന ഇന്ത്യയെ ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ മനോരോഗികൾക്ക് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? രാജാക്കന്മാർക്ക് ഇംഗിതം പോലെ ജീവിക്കാൻ നല്ല മണ്ണും നല്ല പെണ്ണും രാജാവിൻ്റെതെന്നുള്ള ആപ്തവാക്യത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ ജനാധിപത്യ ബോധമുള്ള മനുഷ്യന് കഴിയില്ല. പക്ഷെ 47 ശേഷമുള്ള ഇന്ത്യയെ ഞാൻ സ്നേഹിക്കും. അതിൻ്റെ കാരണം 47 മുമ്പ് ഞാൻ ഈ രാജ്യത്ത് വെറും പ്രജയാണെങ്കിൽ 47 ശേഷം ഞാൻ പൗരനായി, അവകാശമുള്ള പൗരൻ, ഭരണഘടനയുള്ള പൗരൻ, ഒരു രാജ്യത്തിൽ അന്തസ്സും ആഭിജാത്യം എനിക്ക് തന്ന ഭരണഘടനാ ബോധമുള്ള പൗരനാക്കി എന്നെ മാറ്റിയത് 47 ശേഷമാണെന്ന്. അതിനുമ്പോൾ ബ്രിട്ടീഷുകാരും കണക്കാ, നീയും കണക്കായിരുന്നു. ഇഷ്ടം പോലെ പിരിച്ചു, പാവപ്പെട്ടവനെ വല്ലാതെ വിഷമിപ്പിച്ചു. ആ വഴിക്കൊന്നും ഒത്തിരി ഞാൻ പോകുന്നില്ല. എന്നാലും ഒന്ന് പറയട്ടെ, ഈ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സംഭവിക്കുന്നത്, ഒരു രാജാവ് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നാട്ടുരാജാവുമായിട്ട് അടിവെക്കും. പിണങ്ങല്ലേ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ പണ്ട് എഴുമറ്റൂർ ഒരു രാജ്യമാണ്, ഒരു നാട്ടുരാജ്യം. അങ്ങനെയൊക്കെ രാജ്യം ഉണ്ടാകുന്ന കേട്ടാൽ തന്നെ അത്ഭുതമാണ്. ഈ നാട്ടുരാജ്യം എന്നൊക്കെ പറഞ്ഞൊരു കൊച്ചു പ്രവിശ്യയാണ്. സന്തോഷ് സാറേ കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ VIP കേട്ടോണം. പഴയ നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെൻറ്ററിൻ്റെ വലിപ്പമില്ല. ആ നാട്ടുരാജാവിനേക്കാൾ എത്രയോ ഡീസൻ്റായിട്ട് നമ്മുടെ ഒരു സെൻട്രൽ പാസ് കഴിയുന്നതെന്നുള്ള കാര്യം സാറിനറിയാമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശരിയല്ലേ? മൂളാൻ പേടിയാ, പോട്ടെ. സ്ഥലം മാറ്റം കിട്ടുന്നുള്ള പേടി പോട്ടെ. ഇത്തരം നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു ഒത്തിരി. നാട്ടുരാജാക്കന്മാർ പരസ്പരം അടിക്കുക. കാരണം ഈ നദിയൊക്കെയാണ് അതിൽ. ഇതിൽ കൂടി വള്ളമൊക്കെ കൊണ്ടുവരണം, വഴിയൊന്നും ഇല്ലല്ലോ, അതാ രസം. അപ്പോൾ ഇത് നദി എൻ്റെയാണ്, നദിയുടെ പേര് ഭയങ്കര അടി. ഇത് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടടിക്കും, അവൻ ഇങ്ങോട്ടും അടിക്കും. ഈ അടി മൂക്കുമ്പോൾ ആരാണ്ട് പറഞ്ഞു കൊടുക്കും, നമ്മുടെ ഈ അടിയൊന്നും കേൾക്കുകയില്ല. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പട്ടാളമുണ്ട്, അവരെ വിളിച്ച് അവർ വന്ന് അടിക്കും. ഒരുതരം പ്രാകൃത ഗുണ്ടാപ്പണി വിളിക്കും. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സായിപ്പിനോട് പറയും, ഞങ്ങൾ ഇന്ന രാജാവ് എനിക്കിട്ട് അടിക്കുക, ഒന്ന് വരാമോ? പിന്നെന്താ സായിപ്പ് നോക്കി നിൽക്കല്ലോ, ചാൻസ് ഉണ്ടോ? സായിപ്പ് പറയും, അവൻ മാത്രമല്ല അവൻ്റെ കൂടെ അടിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ തുരത്താം. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ അവിടെ താമസിക്കും, ഒരു കണ്ടോണമെൻ്റ് ഉണ്ടാക്കും, ഞങ്ങൾ അടുത്ത് കൃഷി ചെയ്യും. നിങ്ങൾ ജീവിച്ചോ, ഭൂമി വെറുതെ കിടക്കല്ലേ. മാത്രമല്ല, ഒരു പട്ടാളക്കാരന് ക്ഷതമേറ്റാൽ ഇത്ര രൂപ വെച്ച് ഞങ്ങൾക്ക് തരണം. നിങ്ങൾ നേരിട്ട് തരണ്ട, നികുതി പിരിച്ച് അതിലൊരു ഭാഗം തന്നാൽ മതി. നിങ്ങളിഞ്ഞ് വാന്നേ. ഇങ്ങനെ ഈ ബ്രിട്ടീഷുകാരനെ ഒരു നാട്ടുരാജാവ് കൂലി കൊടുത്തുകൂടെ കൊണ്ടാക്കും. ഇവൻ കയറി മറ്റവനിട്ടടിക്കും, മറ്റവൻ തിരിച്ചടിക്കും. ആ അടിയുടെ പേരാ സ്വാതന്ത്ര്യ സമരം. വല്ല മനസ്സിലായോ? അല്ല, എന്നെ നിങ്ങളെ ഗുണപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം അല്ലെന്നിത്. മറ്റവന് നികുതി പിരിക്കാനുള്ള പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി വില്ലെടുത്തു, വാളെടുത്തു, കുന്തമെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോകാതെ
ആഗസ്റ്റ് 15 പറഞ്ഞിട്ട് ചുമ്മാ നിന്നോട്ട് പ്രസംഗിക്കാതെ കാര്യം വ്യക്തമാക്കി കൊടുക്കണം. അവൻ്റെ നികുതി പിരിക്കണം, അങ്ങനെ ഇവൻ പിരിച്ചാൽ പോരാന്ന് പറഞ്ഞ് ഇവർ തങ്ങൾ അടിക്കും. അടി ഇങ്ങനെ ആദ്യഘട്ട സ്വാതന്ത്ര്യ സമരം കേട്ടോ. 1885 അലൻ ഒക്ടോബർ ഹ്യൂം വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള അടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദേശീയ പ്രസ്ഥാനം വന്ന ശേഷം അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. പോട്ടെ. അപ്പോൾ ഇങ്ങനെ അടി നോക്കുമ്പോൾ നമ്മുടെ അടിയൊന്നും മോശമല്ല. പ്രശ്നം എന്താണെന്നറിയണ്ടേ? നമ്മുടെ അടി എന്ന് പറഞ്ഞാൽ നല്ല ശാസ്ത്രീയമായി അടി പഠിച്ച ആൾക്കാർ നമുക്കുണ്ടായിരുന്നു. അന്നത്തെ പട്ടാളക്കാരുടെ വേഷം എന്നൊക്കെ പറഞ്ഞാൽ ഈ തലയിൽ വലിയൊരു തുണിക്കെട്ടുണ്ട്. അതാണ് ഔദ്യോഗിക വേഷം. അതിൽ ഇങ്ങനെ രാജാവിൻ്റെ മുദ്രയൊക്കെ കാണും. ഈ തുണി വേണ്ടെടുത്ത് കഷ്ടിച്ചൊരു 2 ഇഞ്ച് തുണി, കൊമ്പം മീശ. ഇതാ പട്ടാളം, നമ്മുടെ പട്ടാളം. പട്ടാളത്തിന് ആയോധന കലകളെല്ലാം അറിയാം. അവർ കൃത്യമായി തന്നെ ഈ വഴിപാടും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് യുദ്ധത്തിന് നിൽക്കുക. നമ്മുടെ യുദ്ധത്തിന് പ്രത്യേകത എതിരാളിയെ കൂടി വണങ്ങിയിട്ടാണ് അടി കൊടുക്കുന്നത്. ലോകത്തൊരു രാജ്യത്തിലും അത്ര രീതിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞൊരു കീച്ചിട്ട് കൊടുക്കുക. അച്ഛാ സുഖമായിട്ടിരിക്കുന്നോ? പിടിച്ചു ഓർണമെന്ന് ഇങ്ങനെ കൊടുക്കുന്ന വിധത്തിലെ യുദ്ധമായിരുന്നു പണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. നല്ല യുദ്ധം. അത് നമ്മൾ ചരിത്രം പഠിച്ച ഒത്തിരി കാര്യങ്ങളുണ്ടേ. മുമ്പോട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ വഴിയൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെ അടിയെന്നറിയണ്ടേ? അതിൻ്റെ തത്വങ്ങൾ കുറേയൊക്കെ എനിക്കറിയാം, പക്ഷെ അടിക്കാനൊന്നും അറിയത്തില്ല, അതിനുള്ള ശേഷിയില്ല. ഈ തത്വം അറിയാം, തത്വം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അടി തുടങ്ങി. അതിനു മുമ്പ് പ്രകൃതിയെ നമസ്കരിച്ചു, മണ്ണിനെ നമസ്കരിച്ചു, മാതാപിതാക്കളെ ഓർത്തു. രാഹുകാലം വിറ്റ ഞങ്ങൾ ആരാണ്ടാണോ? അന്ന് ഇന്ത്യ വിറ്റ നാട്ടുരാജാവിൻ്റെ കൊച്ചുമകനാ ഞങ്ങളുടെ പരസ്യവും കലക്കിയിട്ട് ചൊറിയാ. നീയൊക്കെ ചരിത്രം പഠിക്കും. ആദ്യം ചരിത്രം പഠിക്കും. ഞങ്ങളല്ലെന്ന്. ഞങ്ങളങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഏത് കോടതിയിലും മൊഴി കൊടുക്കാം. ഞങ്ങളല്ലത്. നിരുപാധികം വിട്ടയക്ക് സാർ, നമ്മളല്ല. നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് സംഭവം കൊണ്ടുപോവാ. ഞങ്ങൾ വേറെ ടീമാണ്. ഞങ്ങളാരുടെ ടീമാണെന്നറിയോ? ഒരു നുള്ളു മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാതെ, ഇവിടുന്ന് ആരെയും ഉപദ്രവിക്കാതെ ഈ രാജ്യത്തേക്ക് അങ്ങ് ഫ്രാൻസും അമേരിക്കയും ബ്രിട്ടനിൽ നിന്നൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ വന്ന കുറേ മനുഷ്യരുണ്ട്, മിഷണറിമാർ. അവരുടെ പക്ഷ അവർ കൊള്ളയടിക്കാൻ വന്നല്ല. ആ നാട്ടിൽ അവർക്കുണ്ടായിരുന്ന സ്വത്തും സമ്പത്തും ഒക്കെ ഇവിടെ കൊണ്ട് ചിലവഴിച്ച് ഇവിടെ മരിച്ചു വീണ മഹാരഥന്മാരുടെ പിൻഗാമികളായിട്ടാ ഞങ്ങൾ ഇന്ന് സുവിശേഷം പറയുന്നത്. അവരാണ് കലാലയങ്ങൾ രൂപപ്പെടുത്തിയത്. ഇന്ത്യയുടെ മാറ്റത്തിന്റെ മുഴുവൻ മാറ്റൊലി അവരുടെ ശബ്ദത്തിലൂടെ പുറത്തു വന്നത്. ഇന്ത്യക്കാരൻ ആദ്യം BA MA ഈ ഡിഗ്രി കണ്ടതേ ബൈബിൾ സ്കൂളിൽ നിന്നാണ്. മനസ്സിലായോ? സെമിനാരികൾക്കകത്തുനിന്ന ആദ്യം BA MAയും പുറത്തു വന്നത്. സർക്കാർ അംഗീകൃത ഡിഗ്രി അതാ പുറത്തു വന്നത്. എനിക്ക് നേരമില്ല, അതുകൊണ്ട് അതൊക്കെ വിടുന്നു. പറഞ്ഞ എന്തിനാ? 18 കൊല്ലം മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അതാ വചനം പറയുന്നത്. വയസ്സ് 30 വയസ്സാകുമ്പോൾ യേശു മിനിസ്ട്രി ആരംഭിക്കുക. അല്ലാതെ ചിലർ ധരിച്ചതുപോലെ യേശു ഇങ്ങനെ 12 വയസ്സൊക്കെ കഴിഞ്ഞ് പണിയെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഉളിയെടുത്തു, കൊട്ടുപടിയെടുത്തു, ഒരു കോഴിക്കോട് പോലും വൃത്തിക്ക് പണിയാൻ കഴിയുന്നില്ല. യോസേഫും മറിയം കൂടെ വിളിച്ചു, മക്കളിഞ്ഞ് വന്നേ, പാപ്പാ കുറ്റം പറയാമെന്നൊന്ന് ഓർക്കത്, ഇരുന്നു. നിൻ്റെ താഴെ 2 ചേച്ചിമാർ 2 പെങ്ങന്മാരുണ്ട്, അനിയന്മാരുണ്ട്, നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി. അങ്ങനെ ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോൾ ദൈവമായ ആളല്ല യേശുക്രിസ്തു. മനസ്സിലായോ? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോൾ ജീവിക്കാനൊരു മാർഗം അങ്ങനെ വന്നല്ല. പിന്നെ എങ്ങനെ? പറയാം. പഴയ നിയമത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും 234 വാക്യങ്ങളുടെ തെളിവ് യേശുവിനെക്കുറിച്ചുണ്ട്. ഇങ്ങനെ ഒരുവൻ വരും, അവൻ ജനിക്കുന്ന സ്ഥലം ഒരുവൻ പ്രവചിച്ചു, അവൻ ജനിക്കുന്ന വിധം മറ്റൊരുവൻ പ്രവചിച്ചു. ഒന്നുകൂടി ഞാൻ കൃത്യം പറഞ്ഞാൽ, യേശുവിനെക്കുറിച്ചുള്ള പൗരാണികമായ പ്രവചനങ്ങളിൽ ഒന്ന് ഉൽപ്പത്തി 3:15 അവിടെ പറയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. സർപ്പത്തിന്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കുമെന്ന് എഴുതി വെച്ചപ്പോൾ ഉൽപ്പത്തിയുടെ ഗ്രന്ഥം തീരുമ്പോൾ യേശു ജനിക്കുന്ന കുലം പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി. കൃത്യമായി പറഞ്ഞു, യഹൂദ ഒരു ബാലസിംഹം. അല്പം കൂടി കാലം കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രവാചകൻ വന്നിട്ട് യാക്കോബിന്റെ കുടുംബത്തിൽ ജനിക്കുന്ന യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. സംഖ്യാപുസ്തകത്തിൽ അടുത്ത പ്രവാചകൻ വന്നിട്ട് യേശു ജനിക്കുന്ന സ്ഥലം മീഖ പ്രവചിച്ചു, ബേത്ലഹേം, എബ്രാത്തയിലെ ബേത്ലഹേമിൽ നിന്ന് ക്രിസ്തു ജനിക്കും.
2 ബേത്ലഹേം എന്നുണ്ട്. അതിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എബ്രാത്തയിലെ ബേത്ലഹേമിൽ നിന്ന് നസ്രായനായ യേശു ജനിക്കുമെന്നുള്ള ആ പ്രവചനം കൃത്യം പ്രവചിച്ചു. ഇനി യെശയ്യാവെന്ന പ്രവാചകൻ വന്നിട്ട് ഇതുവരെ പറഞ്ഞ പ്രവാചകന്മാരെ മുഴുവൻ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, അല്ലേ ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാര, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, സ്ത്രീയുടെ സന്തതി. പക്ഷെ അവൻ കേവലം ഒരു സ്ത്രീയുടെ സന്തതിയല്ല, അവൻ കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. ഇത് കഴിഞ്ഞു ദാവീദിൻ കാലമെത്തുമ്പോഴേക്ക് സ്ഥിതി കുറിച്ച് മാറി. അദ്ദേഹം പറയുകയാണ്, യേശുവിൻ്റെ ക്രൂശിലെ മരണ നിമിഷം വരെ കൃത്യം പറഞ്ഞു, യേശുവിൻ്റെ അങ്കിക്കായി ചീട്ടിടുന്ന രംഗം പറഞ്ഞു, ആക്രമിക്കുന്ന രംഗം പറഞ്ഞു, മുൻകൂട്ടി ഈ പ്രവചനമെല്ലാം പറഞ്ഞു. ഇതിനു മുമ്പ് യെശയ്യാ ചെയ്തൊരു കാര്യം കൂടി പറയാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായമുണ്ട്. തീരെ കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ. അവിടുന്ന് വല്ലാത്ത ശബ്ദം ഇങ്ങോട്ട് വരുന്നു. ആ ഫോണൊക്കെ ഓഫാക്കി വെക്കണേ, ശ്രദ്ധിക്കണേ. യെശയ്യാ പറയാം 53-ാം അധ്യായത്തിൽ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യെശയ്യാവേ, ആരായി ഞങ്ങൾ? യെശയ്യാ പറയും, ഞങ്ങൾ ഉൽപ്പത്തി മുതൽ ഞാൻ വരെയുള്ള ഞങ്ങൾ ജനത്തെ കേൾപ്പിച്ചത് ആരാ വിശ്വസിച്ചിരിക്കുന്നത്? ഞങ്ങളോ? പഴയ നിയമപ്രവാചകന്മാരായ ഞങ്ങൾ ജനത്തെ കേൾപ്പിച്ചു ഒരു കാര്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി ഇരുന്നു. അവനെ കാണുന്നവൻ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവം അവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ പാപം നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമൊന്നുമിരിക്കുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായു തുറക്കാതെ ഇരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയുമായിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യേശുവിൻ്റെ ക്രൂശ് മരണം യേശു ജനിക്കുന്നതിൻ്റെ ഏകദേശം 700 വർഷം മുമ്പ് പ്രവാചകൻ പ്രവചിച്ചു. ചുരുക്കി പറഞ്ഞാൽ, യേശുവെന്ന വ്യക്തിത്വത്തിൻ്റെ ആകത്തുക എടുത്ത് പഠിച്ചാൽ ബേത്ലഹേമിലെ ജനനം മുതലല്ല യേശുക്രിസ്തു. അതിനു മുമ്പ് യേശുക്രിസ്തു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാനതിലേക്കൊന്ന് വരാം, ശ്രദ്ധിക്കണം. ഏതാനും മിനിറ്റുകൾ. നമ്മൾ ഒരു ലോകചരിത്രം എഴുതി തുടങ്ങുമ്പോൾ സ്വാഭാവികമായി പറയേണ്ടത് ആദിയിൽ, ഉൽപ്പത്തി അങ്ങനെ തുടങ്ങുന്നത്. ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ ആദിയിൽ ദൈവം, ബാക്കി പറയാമോ? ആദിയിൽ ദൈവം, അത് തിരുത്തിക്കണോ? അങ്ങനെയല്ല. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. മനസ്സിലായി? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. മനസ്സിലായി? ബെറിഷിത് ബാറ എലോഹീം എറ്റ് ഹാ ഷമായീം വേഹ ഇറത്സ് എന്ന് മൂലഭാഷ. ഷമായീം ബഹുവചന ശബ്ദം. ആദിയിൽ ദൈവം, ശരിക്കും പരിഭാഷ ഞാൻ പറയാം. ആദിയിൽ എലോഹീം സ്വർഗങ്ങളും എന്നതുപോലെ നിലവും രൂപപ്പെടുത്തി. ഇങ്ങനെ തുടങ്ങുന്നത്. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്കൊന്ന് ഒരു 0 പോയിന്റിൽ ആരംഭിച്ചു, ആദിയിൽ. അങ്ങനെ മുമ്പോട്ട് വരച്ചു വരുമ്പോൾ നമുക്ക് കാണാം, നോഹയെ കാണാം, അബ്രഹാമിനെ കാണാം. വന്ന് യേശു ക്രിസ്തു ആ വര നേരെ ഇട്ട് പോകാം. അങ്ങനെ വരയിട്ടിട്ട് പോകുമ്പോൾ ഈ പഠിക്കുന്ന കൊച്ചു ഒതുക്കി ആച്ചാ അവിടെ നിർത്തിക്കേ. ഇതിന് മുമ്പ് എന്തായിരുന്നു സംഭവം? പഴയ അപ്പച്ചന്മാരാണെങ്കിൽ പറയും, മിണ്ടരുത്. ഞങ്ങൾക്കൊരു അപ്പച്ചനുണ്ടായിരുന്നു, സാവിച്ചാൻ അറിയാം. ഞാനെനിക്കൊരു അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, ഉപ്പ് കൃപാവരത്തെ കാണിക്കുന്നു. വെള്ളം പഥ്യമായി തീരാൻ ഉപ്പ് അതിലേക്ക് ഇട്ടു. ചില ഉപദേശിമാർ ഇപ്പോഴും പറയും, എണ്ണ ആത്മാവിനെ കാണിക്കുന്നത്. എണ്ണ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഉണ്ടെന്ന്. മനസ്സിലായോ? ബോവസ് യേശുവിനെ കാണിക്കുന്നു. അത് ബോവസിനും അറിയത്തില്ലായിരുന്നു, രൂത്തിനും അറിയത്തില്ലായിരുന്നു, യേശുവിനും അറിയത്തില്ലായിരുന്നു, പൗലോസിനും അറിയത്തില്ലായിരുന്നു, പത്രോസിനും അറിയത്തില്ലായിരുന്നു. ആകെ അറിയാവുന്ന ആരാ? നമ്മുടെ ബൈസ്കൂളിലെ സാറിന്, പിന്നെ ക്ലാരൻസ് ലാർക്കിന്. ഇങ്ങനെ കുറേ പേർക്ക് അറിയാം. ഇവരാരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം. പോട്ടെ എന്ന് പറഞ്ഞ പോലെ ഉപ്പ് കൃപാവരമാണ്.
ഞാൻ പറഞ്ഞു ഉപ്പ് കൃപാവരമാണെങ്കിൽ ഏറ്റവും അധികം കൃപ കിട്ടിയ ഒരാൾ ബൈബിളിലുണ്ട്, അത് ലോത്തിൻ്റെ ഭാര്യയാണ്. അഹങ്കാരി എണ്ണിക്കട അവിടെ എന്ന് പറഞ്ഞൊരു കൊച്ചു ചോദിക്കുക, ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? മനസ്സിലായോ? മുമ്പ് എന്തായിരുന്നു? ഈ കുടുംബചരിത്രമൊക്കെ എഴുതുമ്പോൾ പറയല്ലേ, പാലായിൽ നിന്ന് വന്ന് പാർത്തതായ ഒരപ്പച്ചൻ. ഒരു കൊച്ചൻ കയറി ചോദിക്കുക, ആ പാലായിൽ അപ്പച്ചൻ എങ്ങനെ വന്നു? മിണ്ടരുത്. ഈ കുടുംബയോഗമൊക്കെ കൂടുമ്പോൾ ഒരു ചരിത്രം നമ്മൾ എഴുതുമ്പോൾ പറയും, പാലായിൽ നിന്ന് അന്ന് ഇങ്ങോട്ട് വാഴൂരിന് വന്ന ഒരപ്പച്ചൻ്റെ കുടുംബത്തിൽപ്പെട്ട ശാഖയിൽ ആരെങ്കിലും കയറി, ഈ അപ്പച്ചൻ പാലായിൽ എങ്ങനെ വന്നു? അവിടെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, മിണ്ടരുത്. ഈ മിണ്ടരുതെന്നുള്ള ആ നാവടക്കം ആ പലരും രക്ഷപ്പെട്ടു പോകുന്നത്. എന്നാലേ അതിന് മുമ്പുള്ള ഉത്തരവുണ്ട്. ഈ ഗ്രന്ഥം എഴുതിയ മോശ പറഞ്ഞു, ഉത്തരം മരിക്കുന്നതിന് മുമ്പ് തന്നു. സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചു കിടക്കുക. ഇപ്പം മരിച്ചു എന്നൊക്കെ പറയാൻ തന്നെ പേടിയാണ്. വേറെ പദങ്ങളൊക്കെ ഈ ആഴ്ച വന്നിട്ടുണ്ട് മരിച്ചു എന്നുള്ളതിന്. പേടിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. പോട്ടെ. അപ്പോൾ 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുക, ഉൽപ്പത്തിയിലെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നറിയാം? കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ഉൽപ്പത്തിക്കപ്പുറത്ത് ചാടി. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നപ്പോൾ ഈ ശാശ്വതമായി ദൈവമായിരുന്നവനെ വെളിപ്പെടുത്തി. എങ്ങനെയാണെന്നറിയണ്ടേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അതിങ്ങോട്ട് പ്രസ്താവിച്ചിട്ട് പിന്നെ ഈ വചനം എന്നുള്ള വിട്ടിട്ട് അവൻ എന്നായി. അവൻ 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 എന്ന് പറഞ്ഞിട്ട് പറയുക, അവൻ ജഡമെടുത്തു നമ്മുടെ ഇടയിൽ പാർത്തു. ആരാണത്? യേശു ക്രിസ്തു. അപ്പോൾ ഉൽപ്പത്തിക്ക് മുമ്പ് യേശു ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ യേശു ഇന്നിവിടെ ഉള്ള വെളിപ്പാടിൻ്റെ അപ്പുറത്താണോ ഉൽപ്പത്തിക്ക് പുറകിലാണോ? ഞാൻ പറയും ഉൽപ്പത്തിക്ക് പുറകിലാണ്. എന്താ കാര്യം? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയാ, പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണം. മുമ്പോട്ടല്ലെന്ന്, ഇങ്ങോട്ട്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഞാനിരിക്കുന്ന ഇടമായ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് നിങ്ങളെയും ചേർക്കും. അപ്പം നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? വെളിപ്പാട് വഴി അല്ലെന്ന് യാത്ര, ഇങ്ങോട്ടാണ് യാത്രയെന്ന്. അതെങ്ങനെ നോക്കും? പറയാം. നമ്മൾ പോകുന്നത് ഇങ്ങനെ, ചെല്ലുന്നത് ഇങ്ങോട്ടാ. ഇതൊരു വൃത്തം പോലെ ഒന്ന് സങ്കല്പിച്ച്, വൃത്തത്തിൻ്റെ എവിടെയും കുത്തി നിങ്ങൾക്ക് ആദിയിൽ തുടങ്ങാം. ഒരു വൃത്തം വരയ്ക്കണം. ഇവിടെ കുത്തിയാൽ ആദിയിൽ ഉൽപ്പത്തി 1:1 കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും. ഇതാ ബൈബിളിൻ്റെ ലോകക്രമം. മനസ്സിലായവർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി അതെത്ര വലുതാ! സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. അന്നേ ക്രിസ്തു ഉണ്ടായിരുന്നു. അതെങ്ങനായിരുന്നു? അന്നത്തെ ക്രിസ്തുവിനെ കാണാൻ വെളിപ്പാടിലെ ക്രിസ്തുവിനെ കണ്ടാൽ മതി. ഏകദേശം 90% യോജിക്കും. ഒരു വ്യത്യാസമുള്ളൂ, ഒരു ബിരുദം കരതമാക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക്. അതെന്താണെന്ന് ഞാൻ പറയാം. നോക്കണം. ആ ക്രിസ്തു പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന രംഗമെങ്ങനെ? ഞാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. ആ സിംഹാസനത്തിൽ, അവിടെ ഒരു മനോഹരമായൊരു സിംഹാസനം ഞാൻ കണ്ടു. സിംഹാസനത്തിൽ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായി ഒരുവരിയ്ക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നും ശുദ്ധ പളുങ്കിനൊത്തൊരു കണ്ണാടിക്കടൽ പുറപ്പെടുന്നു. ഈ കണ്ണാടിക്കടലിന്റെ അക്കരയും ഇക്കരയും യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാഴ്ചയുടെ നടുവിൽ 24 മൂപ്പന്മാരുണ്ട്, 4 ജീവികളുണ്ട്. അവർ 24 മൂപ്പന്മാർക്കും സ്വർണം കൊണ്ടുള്ള കിരീടമുണ്ട്. അവ കിരീടം വെച്ച് ദൈവത്തിന് ഇങ്ങനെ മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവത്തിന് ജീവികൾ മഹത്വം കൊടുക്കുമ്പോഴൊക്കെ തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെക്കുന്ന ഒരു സ്വർഗീയ ആരാധന. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പുത്രനെ കാണുന്ന പിന്നെയാണ്. എന്നാൽ ഈ അവസ്ഥയിലേക്ക് പുത്രൻ പണ്ടുണ്ടായിരുന്ന മഹിമ വെടിഞ്ഞ് ഒരു താണ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി വന്നു. അതാണ് യേശു ക്രിസ്തു. ഇത്ര ലളിതമാത് മനസ്സിലായി കാണും. ചുരുക്കി പറഞ്ഞാൽ, ബേത്ലഹേമിലെ ജനനം മുതലല്ല, യേശു അതിനു മുമ്പുണ്ട്. ബേത്ലഹേമിലെ ജനനത്തിൽ സംഭവിക്കുന്നത് എങ്ങനെ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു.
ഈ ക്രിസ്തു 33.5 വയസ്സായ ഏകദേശ കണക്ക്, അത് കൃത്യം ബൈബിളിൽ എഴുതിയിട്ടൊന്നുമില്ല. ആ ക്രിസ്തുവിൻ്റെ 30 മുതൽ 33 വരെയുള്ള 3.5 കൊല്ലങ്ങളാണ് ഇഹലോകത്തിലെ മിനിസ്ട്രി. അപ്പോൾ യേശു എങ്ങനായിരുന്നു? എന്നെയും നിങ്ങളെയും പോലെ ഒരു പക്കാ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ. പിടികിട്ടിയോ? ദൈവത്വം അവനിലോട്ട്, മനുഷ്യത്വമുണ്ട്. എന്നാൽ വലിയൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. യേശു ഇഹലോകത്തിൽ വന്നത് ദൈവത്വം വെളിപ്പെടുത്താനായിരുന്നില്ല, മനുഷ്യത്വം വെളിപ്പെടുത്താൻ. മനസ്സിലായില്ല? പറയാം. ദൈവത്തിൻ്റെ മനുഷ്യത്വം പിടികിട്ടിയോ? ഇല്ല. തെളിവ് തരാം. യേശുവിന് ഒത്തിരി പേരുണ്ട്. ദൈവപുത്രൻ, ഇമ്മാനുവേൽ, അത്ഭുത ആലോചനക്കാരൻ, വീരനാൻ ദൈവം, നിത്യതയുടെ പിതാവ്, ഒത്തിരി പേരുണ്ടെങ്കിലും യേശു കർത്താവ് ഏറെ ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ. യാതൊരുവൻ വന്ന് യേശുവിനെ വിളിക്കും ദൈവമെന്നോ ദൈവപുത്രനെന്നോ വിളിച്ചാൽ ഒരു ചെറിയ പ്രശ്നം യേശു ഉണ്ടാക്കും. അല്ല, പുകഴ്ത്തിയാൽ തന്നെ ഇഷ്ടമല്ല. ഉദാഹരണം, നിക്കോദിമോസ് രാത്രിയിൽ അവൻ്റെ അരികിൽ വന്നു. യേശുവിനൊരു വിളി. എന്താ വിളിക്കുന്നറിയണ്ടേ? റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇതാരൊരു വക്കീലാണ് വന്നിരിക്കുന്നത്. നമ്മളാണ് എന്ത് പറഞ്ഞേ? പത്രോസ് ഇങ്ങോട്ട് വന്നേ, യോഹന്നാൻ വന്നേ, അന്ത്രോസ് വന്നേ. എന്താ? എടാ, എന്നെ മനസ്സിലാക്കണേ, വിവരമുള്ളവന് മനസ്സിലായി ഞാൻ ആരാന്ന്. നാട്ടിൽ കിടന്ന് കുറേ പേര് പറയാം ഞാൻ തച്ചൻ്റെ മകൻ മറിയയുടെ മകനെന്ന് ആക്ഷേപിക്കുമ്പോൾ വക്കീല് പറയുക നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന്. ഒന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞേ, കുഞ്ഞു വീണ്ടും ജനിക്കണം. കൂടുതൽ ടോക്കില്ല, വീണ്ടും ജനിച്ചേ പറ്റൂ. യേശുവിനെ ആരെങ്കിലും കയറി ദൈവമെന്നോ ദൈവപുത്രനെന്നോ വിളിച്ചാൽ ഒരോടക്ക തെളിവ് കേൾക്കണോ? പിന്നെയും വന്നിട്ട് വിളിക്കും നല്ലവനായ ഗുരു. എന്നെ അങ്ങനെ വിളിക്കരുത്, കട്ട് ചെയ്ത് വിടും. മനുഷ്യപുത്രൻ എന്ന് വിളിച്ചാൽ മതി തന്നെ. ഈ വിലക്ക് നിലനിൽക്കുക. ഒരുത്തൻ ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് യേശുവിനെ വിളിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അന്ന് വിലക്കോ? വീണ്ടും ജനിച്ചവൻ വിളിച്ചാൽ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്. വീണ്ടും ജനിച്ചവനും മാത്രമുള്ള തിരിച്ചറിവാ നീ ദൈവപുത്രൻ. എന്താ തെളിവെന്നറിയണ്ടേ? മാരക മരക്കുരിശിൽ ചോര ചിന്തി അവസാനത്തുള്ളി രക്തവും മനുഷ്യരാശിക്ക് കൊടുക്കുന്ന അവനെ കണ്ടിട്ടേ, എന്നെയും നിങ്ങളെ പോലെ പച്ച മനുഷ്യൻ അവനെ കണ്ടിട്ട് പറയുക നീയാണ് എൻ്റെ രക്ഷകൻ എന്ന് പറയണമെങ്കിൽ പിതാവ് വെളിപ്പെടുത്തണം, ദൈവത്വത്തിലുള്ളണം. ആ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് വെളിപ്പെടുത്തിയിട്ടല്ലാതെ നിനക്ക് ഈ മർമ്മം മനസ്സിലാവില്ല. അതാണ് യേശുക്രിസ്തു. വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ സാത്താൻ യേശുവിനെ കണ്ടിട്ട് വിളിച്ചു. മര്യാദയ്ക്ക് യേശുവിനെ ബൈബിളിൽ വിളിച്ച ഒരാൾ സാത്താനാ. അങ്ങനെ വിളിച്ച്, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. കേൾക്കാൻ നല്ല ഇമ്പമുള്ള കാര്യമാണല്ലോ എന്ന് ഓർത്ത് എന്നാൽ കുറേ കൂടെ പറഞ്ഞാട്ടെ എന്ന് നമ്മുടെ ഈ പാട്ട് പാടുന്ന സഹോദരങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല്. ഇപ്പോൾ ഈ പാട്ട് കഴിഞ്ഞേ ഞാൻ പോവുള്ളൂ. കാരണം ഈ പാട്ടുകാരുടെ കൂടൊരു പ്രസംഗമുണ്ട്. പറയുന്നവരെയല്ല കേട്ടോ. ഞാനൊരാളോട് പറഞ്ഞ് പ്രസംഗിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ആ സമയം കൂടെ ഒരു പാട്ടങ്ങ് പാട്. മനുഷ്യനെ ആരാധിക്കുകയോ കൈയടിക്കുകയോ ചാടുകയോ തുള്ളുകയോ ഒക്കെ ചെയ്തോട്ടെ. നിങ്ങൾ ഈ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പോലെ കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം. ഞാൻ മര്യാദയുടെ പേരിൽ ഒരു തവണയൊക്കെ വെക്കും. ഒരു എത്തിക്സ് പാലിക്കണമല്ലോ, ഒരു പുൽപ്പിറ്റ് എത്തിക്സ്. പിന്നെ ഇവർ ഈ കാണിക്കുന്ന പരിപാടിയുടെ കൂടെ ഞാൻ നിൽക്കുകയല്ല, പിണക്കൊണ്ടായിട്ടല്ല. ഞങ്ങൾ ഈയിടയ്ക്ക് ഒരു ഗ്രാജുവേഷൻ തൃശ്ശൂർ പോയി, ഞാനും ഭാര്യയുണ്ട്. ഈ പയ്യൻ ഏതാണ്ടല്ലോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുക. ഇവൻ എന്നെ നോക്കിയിട്ട് പറയാ സൈലൻ്റായിട്ടിരുന്നോ, സൈലൻ്റ് അറ്റാക്ക് വരുന്ന സമയമാണ്. അതും പരിചയമുള്ളൊരു പയ്യൻ, അവന് പോലും കലിപ്പായിപ്പോയി. എൻ്റെ കുഞ്ഞാൽ ഇത് ഇക്കിളിയിട്ട പോലെ ചിരിപ്പിക്കുന്നുള്ള പണിയല്ലിത്. കൊച്ചിനെ പിടിച്ച് ഇക്കിളിയിട്ട് ചിരിപ്പിക്കുന്ന പോലെ ചിരിപ്പിച്ചാൽ കണ്ടല്ലോ അവൻ അസുഖം വരും. നമുക്കെല്ലാം പറ്റിയത് ഇതാ, ദൈവത്തെ ഹൃദയം തുറന്ന് സ്വന്തം മനസ്സോട് ആരാധിക്കണം. അതല്ലേ വേണ്ടേ? വചനത്തിൻ്റെ വെളിപ്പാട് വരുമ്പോൾ, പാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ആ സ്വാഭാവികമായി സംഭവിക്കേണ്ട ആരാധന. പ്രൈസലോ. ഇനി അവരെ തന്നെ എന്തിനാ പറഞ്ഞത്? ചില പാസുമാരുണ്ടല്ലേ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ മര്യാദ ഒരു ഹല്ലേലൂയ പറയുമ്പോൾ ഇവൻ പറയുക പോരാ. എവനാണോ തീരുമാനിക്കുന്നത് പോരെന്ന്? എന്തോ പോരെന്നാ? ശബ്ദം പോരെന്നോ? ആത്മാർത്ഥ നീ എങ്ങനെ കണ്ടുപിടിച്ച പോരെന്നു? ഇതെങ്ങനെ അറിയാം? പോട്ടെ.
ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവൻ വിളിക്കുക, യേശുവേ മഹോന്നതനായ കർത്താവ് പറഞ്ഞ് മിണ്ടരുത്, മിണ്ടിപ്പോല്ലോ. അവിടെ ഇരുത്തി. എന്താണെന്നറിയണ്ടേ, യേശു വന്നതേ ദൈവത്തല്ല മനുഷ്യത്വം വെളിപ്പെടുത്താൻ. പിടികിട്ടിയില്ല. പറയാം, ഒറ്റവാക്കി പറയാം. ഈ കുറ്റവാളിയെ പിടിക്കാൻ സ്റ്റാറും പദവിയുമൊക്കെയുള്ളൊരു പോലീസ് യൂണിഫോമിൽ വന്നാൽ രക്ഷപ്പെടാൻ ഒരു പാടുമില്ല. പുള്ളി എന്നെ പിടിക്കാൻ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ജീപ്പും ഒക്കെ അവിടെ കിടപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി MLA എന്ന് വിളിച്ചോ, സാറേ കുറച്ച് നേരം അടിയാൽ ഇവിടെ നിന്ന് കറങ്ങുക, പാസ് വിഷമിക്കുമെന്നും വേണ്ട, ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കാം. അതൊക്കെയാണല്ലോ ഈ ലോകത്ത്, അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? വേണ്ട പറഞ്ഞു. മന്ത്രിയെ വിളിക്കും, PA വിളിക്കും, അവരെ വിളിക്കും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ കാര്യം. അങ്ങനെ വേണോ അത്? കാരണം ജനാധിപത്യമാവണ്ട. എത്ര നോക്കിയിട്ടും സ്വാധീനമുള്ള എന്നെ പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം, വേഷം മാറിയൊരു ഉദ്യോഗസ്ഥൻ എന്നെ പിടിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചാൽ തല കൊണ്ടേ അവൻ പോകും. എന്നെ കൊണ്ട് അടുത്ത കാലത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ചൊരു ഷാജി സെബാസ്റ്റ്യൻ പാസ് ഉണ്ട്, അങ്ങ് സ്ഥാപിച്ചാൻ അറിയാം. ഹൈക്കോടതിയുടെ അടുത്തുള്ള ഒരു ജയിലിൽ പോയി. അവരോട് നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പ്രാർത്ഥിക്കാൻ വരും. പിന്നെ ഒരു പുള്ളി എന്നെ വന്ന് കണ്ടിട്ട് അടിമുടി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. അതിലിവനാകെ നോക്കിയിട്ട് പറഞ്ഞു, പാസ്റ്ററാണോ? അതെ. എന്നെപ്പോലുള്ളവർ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അതിപ്പോൾ അവന് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കൂ? അങ്ങനെ ആത്മഹത്യ ചെയ്യാനാണ് എത്രയോ ഘട്ടം ജീവിതത്തിൽ കഴിഞ്ഞു പോയി. ഞാനൊന്നും മിണ്ടിയില്ല. പോലീസുകാരടുക്കുണ്ട്. പുള്ളി പറഞ്ഞു, നിനക്ക് ഇഷ്ടമില്ലേ, നീ പോക്കോളാൻ പറഞ്ഞു. ഞാനിങ്ങോട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ പോലീസുകാരൻ ചോദിച്ചു, സാറേ അവൻ അത്രയും ക്ഷുഭിതനായത് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അവനെന്തോ ഇഷ്ടക്കേട്. ഒന്നുമല്ല, അവനെ ഒരു പോക്സോ കേസിലെ പ്രതിയാ, ഒരു കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നു. ഇവനന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇവന് ഈ ചായയും വടയൊക്കെ വണ്ടിയെ പോയി വിൽക്കുന്നൊരു പണിയാണ്, സൈക്കിളിൽ. പഠിച്ച പണി 18 നോക്കിയിട്ടും പ്രതിയെ കിട്ടുന്നില്ല. ഒരു നേരിയ സംശയം മാത്രം. ഒരു ദിവസം ഒരു പാസ്റ്റർ അവൻ്റെ അടുത്ത് വന്നു. ചായ മേടിച്ച് കുടിച്ചു, വടയൊക്കെ തിന്നു, പരിചയപ്പെട്ടു. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഒരു വലിയ ദുഃഖം നിന്നെ വേട്ടയാടുന്നല്ലോ. എന്നിട്ട് മാറിയെന്നേ സംസാരിച്ചു. പറഞ്ഞു നിൻ്റെ ഞാൻ കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഒരു കൊച്ചു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാം. ചോദിച്ചു അവസാനം ഇവൻ സമ്മതിച്ചു. സാർ പറ്റിപ്പോയി സാർ. ആ കൺവെഷൻ അങ്ങോട്ട് കഴിയുകയും ഈ പാസ വീതം മാറി ഉള്ളി കാലി മടക്കരാടി, ഇങ്ങനൊരു പിടി, വണ്ടിയെ കയറ്റി പിന്നെ ഈ കിടപ്പ. കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇവൻ അന്ന് മുതൽ നമ്മളെ കണ്ടാൽ ഭയങ്കര വിഷമം. നമ്മളെപ്പോലുള്ളവരെ കണ്ട്. ഞങ്ങളൊന്നും ചെയ്തിട്ടല്ല. പോലീസുകാരൻ പറയാം, സാറേ പാസ്റ്റർ ഒന്നും അല്ലെന്ന്. പിന്നെന്താ, ഇതേ ഇവനെ തന്നെ പിടിക്കാൻ നിയോഗിച്ച സ്പെഷ്യൽ പോലീസുകാരനാണ്. വേഷം മാറിയ പോലീസ്. പാസ്റ്റർ വേഷത്തിൽ വന്നിരിക്കുക. കുറച്ചാൾ നമ്മുടെ സഭായോഗത്തിനൊക്കെ കൂടി ഈ ശൈലിയെല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുക. കേസ് ഡയറി കയ്യിലിരിക്കുക. അതാ ഈ ഡേയും ഡേറ്റും ഒക്കെ കൃത്യം പറഞ്ഞു. അതിൽ പിന്നെ പ്രവാചകന്മാരെന്ന് കേട്ടാൽ എനിക്ക് പേടിയാ. എൻ്റെ പൊന്നും അത് കുട്ടിച്ചാൽ സൂക്ഷിച്ചോണം. എല്ലാന്നും തുറന്ന് പറയണ്ട. നീ പോട്ടെ, പിടിച്ചകത്തിട്ടിരിക്കുക. എന്താ കാര്യം എന്നറിയണ്ടേ? പറയാം. അതേ, യൂണിഫോം ധരിച്ച പോലീസിനേക്കാൾ അപകടകാരിയ വേഷം മാറിയ പോലീസ്. അവൻ നിന്റെ തല കൊണ്ടേ പോകൂ. നിന്നെ നിയമം കൊണ്ട് കുരുക്കി അകത്തിടും. വേണ്ടി വന്നാൽ ചെയിനിലാക്കും. വേണ്ടി വന്നാൽ അവൻ നിന്നെ ആ വധശിക്ഷയ്ക്ക് വിധേയമാക്കും. എന്നിട്ടേ പോകൂ. അന്നു മുതൽ സാത്താന്യ ശക്തികൾക്ക് യേശുവിനെ കണ്ടപ്പോൾ ഒരത്ഭുതം. ഇവൻ തന്നെയാണോ എൻ്റെ തല തീർക്കാൻ വരുന്നത്? ആ പേടി കൊണ്ട് ചോദിക്കുക, നീ ദൈവപുത്രനെങ്കിൽ പറഞ്ഞു. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. പിശാചിന്റെ ചോദ്യം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. യേശുവിന്റെ മറുപടി, മനുഷ്യൻ. ക്രൂശിൽ കിടക്കുമ്പോൾ ഒരുത്തം പറഞ്ഞു കേട്ടോ, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. യേശുവിന്റെ മറുപടി എങ്ങനെ? അവിടെയും കേട്ടില്ലേ, ഞാൻ ക്രൂശിൽ നിറങ്ങാൻ വന്നതല്ല, ക്രൂശ് സഹിക്കാം.
ഈ സഹനത്തിൻ്റെ 3.5 കൊല്ലത്തിനിടയ്ക്ക് അവൻ ലാസറിൻ്റെ വീട്ടിലെത്തി. മരിച്ചു മണ്ണോട് ചേരാൻ കാത്തിരിക്കുന്നവൻ്റെ കല്ലറയുടെ മുമ്പിലെത്തി. ആ കല്ലറയുടെ മുമ്പിൽ വെച്ച് യേശു വിതുമ്പി. ശരിക്ക് കരഞ്ഞെന്നല്ല, യേശു കണ്ണീർ വാർത്തു എന്ന് മലയാളത്തിലുണ്ടെങ്കിലും ശരിക്കും എങ്ങനെ മനസ്സിലാക്കേണ്ട? വിതുമ്പി. എന്താ വിതുമ്പുക എന്ന് പറഞ്ഞാൽ കണ്ണീര് പുറത്തു വരാത്ത സങ്കടം പുറത്തു. രണ്ടാമത്തെ കരച്ചിൽ അവൻ യെരൂശലേമിൽ നിന്ന്, ഒലിവുമലയിൽ നിന്ന് യെരൂശലേമിനെ സമീപിക്കുന്ന ഘട്ടത്തിൽ യെരൂശലേമിന് സംഭവിക്കാതിരിക്കുന്ന പതനമോർത്ത് കരഞ്ഞു. ആ പതനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം യെരൂശലേം തകർന്നടിഞ്ഞു. AD 70 ഞാനിന്ന് രാത്രി പ്രസംഗിക്കുന്ന സമയം വരെ പുനർനിർമ്മിക്കാനാവാതെ ചിതറിക്കിടക്കുന്ന കല്ലുകൾ ആ കരച്ചിലിൻ്റെ വീര്യം പ്രസ്താവിക്കുമെങ്കിൽ അതേ ക്രിസ്തു ക്രൂശിൽ കിടന്ന് കരഞ്ഞു. ആ കരച്ചിൽ യേശുവിന് 1000 ആണ്ട് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ 22-ാം സങ്കീർത്തനത്തിൽ എഴുതി, എലി എലി ലമ്മാ ശബക്താനി. ഈ ക്രൂശിലെ സംഭവത്തിന്റെ തുടക്കം നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണെങ്കിൽ, ക്രൂശിലെ സംഭവം അവസാനിക്കുമ്പോൾ പറയുക, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ. ആ വിട്ട കയ്യിലേക്ക് ആത്മാവിനെ തിരികെ പരമേൽപ്പിക്കണമെങ്കിൽ കൈവിട്ടെങ്കിലും ആ കൈ പോകാതെ തൻ്റെ പുത്രനെ തേടി അവിടെ നിൽക്കുമെങ്കിൽ, ഇന്ന് രാത്രി കരയുന്ന ദൈവവൈതലേ, ആ ദൈവ സാന്നിധ്യം നമ്മെ വിട്ടു പോയിട്ടില്ല. ഒരു ഘട്ടത്തിലേക്ക് ക്രൂശിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പിതാവിന് ഇഷ്ടം തോന്നി. മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടിയാ? എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പ്രായശ്ചിത്തം. ആ പ്രായശ്ചിത്തമായി അവന്റെ കാൽകരങ്ങളിൽ അണിയടച്ചു. ഇന്നും ആണിപ്പാടുകളോടെ അവൻ നിത്യതയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ ഒരു പോയിന്റ് കൂടി 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ അടുത്ത കാലത്ത് ഒരിടത്തിങ്ങനെ സംസാരിച്ച വഴിക്ക് നിത്യതയിലും നമ്മുടെ കർത്താവുമായി നമുക്കൊരു പന്തിഭോജനമുണ്ടെന്ന് പ്രസംഗിച്ചു. അതിനൊരുത്തം പറഞ്ഞ നിത്യതയിൽ കർത്തൃമേശ നടത്തുമെന്ന് പ്രസംഗിച്ചെന്ന്. പാതി കേട്ടായി വരുന്നത്. അതേത് മേശയായിക്കോട്ടെ, നിത്യതയിൽ കർത്താവ് നമ്മളുടെ ഭക്ഷണം ഉണ്ടോ തെളിയറിയോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലല്ലാതെ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ലെന്ന്. അപ്പോൾ ഇല്ലേ? ഉണ്ട്. എന്താ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലെങ്കിലും എന്തിനാ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് പിന്നെയും കുടിക്കുന്നറിയണ്ടേ? പറയാം. കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണ് ഈ തിരുമേശ. വന്നു കഴിഞ്ഞാൽ തിരുമേശ ഇല്ല. അപ്പം നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് തിരുമേശയുടെ അനുഭവമായ യേശുവിൻ്റെ ക്രൂശ് മരണം മറക്കാനാവുമോ? മറക്കാനാവില്ല. എന്താ കാര്യം എന്ന് പറയാം. നമ്മളിവിടുന്ന് ഭൂമിയിലിരുന്ന് പാടുന്ന പാട്ടിൽ 90% സ്വർഗത്തെ പറ്റിയൊക്കെ ഉള്ള പാട്ടാണ്, പഴയ പാട്ടുകൾ. ഇപ്പം ചുമ്മാ കുറേ പാട്ടൊക്കെ വരുന്നുണ്ട്. ഒരുത്തൻ പാടുന്നില്ലേ, എന്താ ഇപ്പം ചെയ്യുക? നീ ഒന്നും ചെയ്യണ്ട, എനിക്കൊന്ന് പോയി തരാമോ? എന്നാൽ നിത്യതയെക്കുറിച്ചാണ് പഴയ പാട്ടുകൾ, നമ്മളെ ത്രസിപ്പിക്കുന്ന പാട്ടുകളല്ലേ. പക്ഷെ നിത്യതയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിത്യതയെക്കുറിച്ച് പാടുമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും സ്വർഗത്തിൽ കൂടെ പാടി നടക്കും ആരെങ്കിലും? അതുപോലെ അതപ്പതിച്ച കാര്യമുണ്ടോ? അത് കഴിഞ്ഞെന്ന്. ഇതൊന്നും പാടുകയില്ല. ഇവിടെ പാടുന്ന 90% പാട്ടും അവിടെ വേണ്ട. ഇവിടുത്തെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും അവിടെ വേണ്ട. എന്ന് പറഞ്ഞാലും നമുക്ക് ഈ നിത്യത എന്ന് കേൾക്കുമ്പോൾ അകത്തൊരു ഇരമ്പലുണ്ടല്ലേ. വാനവരിൽ സ്തുതിനാദം സതമുഴങ്ങും ശാലേമിൽ എന്ന് ഞാൻ ചേർന്നിടുമോ എന്ന് പാടുമ്പോൾ ഒരു ഇരമ്പൽ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്കുണ്ട്. നമ്മളെ ത്രസിപ്പിക്കുന്ന ഓർമ്മയാ നിത്യത. പക്ഷെ നിത്യത ഇതിന് ഘടക വിപരീതമാണ്. നിത്യത എന്ന് കേൾക്കുമ്പോൾ നിത്യതയിൽ സ്വർഗത്തിലിരിക്കുന്നവന് സ്വർഗം വലിയ പ്രചോദനമല്ല. തങ്കത്തെരുവീഥികളോ അതുവഴി ഒഴുകുന്ന മനോഹരമായ നീരൊഴുക്കോ മാസത്തിൽ അതതരം ഫലം കായ്ക്കുന്ന 12 വിധ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളോ സ്വർഗത്തെ ആവേശഭരിതമാക്കുന്നില്ല. സ്വർഗത്തെയും ആവേശഭരിതമാക്കുന്നത്
ഭൂമിയിലെ ഒരു സംഭവമാണ്. സ്വർഗീയ ജീവികളെയും ആവേശഭരിതമാക്കുന്ന സംഭവം ഏതാണെന്നറിയണ്ടേ? നീ അറുക്കപ്പെട്ടു. കുഞ്ഞാട് കാൽവരിയുടെ കൊലമരത്തിൽ നമുക്ക് വേണ്ടി പ്രാണനെ യാഗമാക്കിയ സംഭവമാണ് സ്വർഗീയ ജീവികളും പാടുന്നത് എന്നത്. ക്രൂശിലെ കണ്ണീരിന്റെ മഹത്വമാണ് ഈ രാത്രി പ്രകീർത്തിക്കുന്നെങ്കിൽ ആ ക്രൂശിനെയും ക്രൂശിക്കപ്പെട്ടവനെയും ഉയർത്തിക്കൊണ്ട് നമുക്ക് ആവർത്തിക്കാം. മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഇനി ഞാൻ ഈ വെളിപ്പാടും ദാനിലുമൊക്കെ ക്ലാസ് എടുത്തൊരു സ്ഥലത്ത് ഒരു ചങ്ങാതി എന്നോട് ചോദ്യം ചോദിച്ചു. ഈ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ലൂസിഫറിന് പറ്റിയതുപോലൊരു പറ്റങ്ങാനും പറ്റിപ്പോയാൽ എന്ത് ചെയ്യും? അവനെ കളിയാക്കാൻ നോക്കോ? നമ്മളൊക്കെ ആ പുള്ളികളെങ്കിൽ പറ്റിപ്പോവും. അതിനാ കള്ളം പറയുന്നത്. ഞാൻ പിന്നെ അന്നേരം അവനോട് പറഞ്ഞ് അങ്ങനെ പറ്റുകയില്ല. അതെന്താ? നമ്മൾ ദൂതതുല്യരായല്ലോ. ഉടനെ അവൻ പറയാ, ദൂതതുല്യരേ ആകത്തുള്ളൂ, ഒറിജിനൽ ദൂതനായി പണി കാണിച്ചേ. അപ്പോൾ പിന്നെ തുല്യനായിട്ട് കാര്യമുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ, ഒരു ഒന്നൊന്നര ക്വസ്റ്റ്യനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദൂതതുല്യൻ. ഞാൻ നോക്കിയപ്പോൾ ശരിയാണല്ലോ. അന്ന് മുഴുവൻ ഞാനിത് വൈകിട്ട് കിടന്നിങ്ങനെ ഓർത്തു. പിറ്റേന്ന് അവന് ഉത്തരം കൊണ്ടാണ് ചെന്ന്. എന്താണെന്നറിയണ്ടേ? നിത്യതയിൽ ചെന്നു. നമുക്കെല്ലാം മാറ്റം ഉണ്ടായി. അന്നപോലെ എനിക്കൊരാഗ്രഹം, ഈ നിത്യതയിൽ ചെന്നാലും ഒത്തിരി കിരീടം വേണ്ടെന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അഹങ്കാരം കയറിയാലോ. അങ്ങനെ പ്രാർത്ഥിച്ച് ചിന്തിച്ചിപ്പോൾ കിരീടമേ വേണ്ടെന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കെല്ലാം ഓരോ കിരീടം കിട്ടുമ്പോൾ പാവപ്പെട്ട നമുക്കും അവിടെ ഉണ്ടെങ്കിൽ ഒരെണ്ണം പഴയത് വല്ലതും ഉണ്ടെങ്കിൽ. പഴയത് കാണത്തില്ല. ജോബിൻ പാസും എല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ മാത്രമല്ല നടക്കാനൊരു പ്രയാസം. അതേ ഉള്ളൂ. അതുകൊണ്ടുണ്ടെങ്കിൽ ഒരെണ്ണം നമുക്കൂടെ തരക്കേടില്ലെങ്കിൽ ഒരെണ്ണം തരിക എന്നുള്ളതിൽ കവിഞ്ഞ് എൻ്റെ അർത്ഥം സ്വർഗത്തിൽ പോകുന്ന ഈ കിരീടം മേടിക്കാനോ തങ്കത്തെരു വീതി കാണാനോ ജീവവൃക്ഷത്തിൻ്റെ പാലോ അതൊക്കെ തന്നോട്ടെ. സ്വർഗത്തിൽ എന്തിനാ പോകുന്നത്? ഒറ്റ കാര്യം, യേശു അവിടെ ഉണ്ട്. അതിനാ. പിടികിട്ടിയോ? സന്തോഷമുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവൻ നെടുമ്പാശ്ശേരി വന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഒരു വലിയ ഇന്നോവ നിറച്ച് നമ്മൾ പോകും അങ്ങോട്ട്. ആൾക്കാർ, ചേട്ടൻ്റെ മകൻ, അച്ഛൻ്റെ മകൻ, മക്കൾ എല്ലാവരും പോകുന്ന കൂടെ. ഇവരെല്ലാം ഓരോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഈ ആളുകളുടെ ചിന്ത ഇതെല്ലാം എടുത്ത് ഇങ്ങോട്ട് കയറ്റുമ്പോൾ അവർക്കുള്ളതുണ്ടോയെന്നാണ്. പക്ഷെ ഒരാൾ മാത്രം അവിടെ വന്ന എന്തിനാണെന്നറിയോ? കാന്തനെ കാണാൻ. ഒരാൾ മാത്രം. മനസ്സിലായില്ലേ? ബാക്കിയുള്ളവൻ വല്ലതും കിട്ടുമോയെന്നറിയാൻ പോയി. കാന്ത പോയത് എന്തിനാ? കാന്തനെ കാണാൻ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? എനിക്കത് വേണം, എനിക്കിത് വേണം, അപ്പുറത്തെ വേണം, ഇപ്പുറത്തെ വേണം. ഭൂമി കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നിനക്കേ ഇതൊക്കെ കിട്ടുള്ളൂ. തീർന്നു. കാന്തനെ എത്ര പേർക്ക് വേണം? ദാവീദ് പറയുക, ആസാഫ് പറയുക, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ രാത്രി ഈ സംതൃപ്തി എത്ര പേർക്കുണ്ട്? തമ്പുരാനെ, നീ മതി സകലത്തിലെ സകലതുമായി. വീടും കാറും വണ്ടിയും വള്ളമൊന്നും അല്ലെന്നേ, ഭൂസ്വത്തുക്കളുടെ ഉടമയാകാൻ ആഗ്രഹമല്ലെന്നേ, പദവിയല്ലെന്നേ പ്രധാനം. നിന്നെയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അവിടുത്തെ മനോഹരത്വം കാൺമാ. ഉത്തരമായില്ല കേട്ടോ. നമുക്കല്ല, എന്നാലും ഒരു മാറ്റമൊക്കെ ഉണ്ട്. തേജസ്കരിക്കപ്പെടും. അതുകൊണ്ട് പാപം ചെയ്യലെന്നാണോ? അല്ല. അവിടെ മാറ്റമില്ലാത്ത ഒരുവനുണ്ട്. അത് കർത്താവാ. അവിടുത്തെ ആണിപ്പഴുതേ അപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ ഈ ആണിപ്പഴുത് ഇവിടെ കാണിക്കാൻ കാരണം കലണ്ടറിലെ തെറ്റാ. ഇവിടെ അല്ല സംഭവം. ഇവിടെയാ. ഈ പഴുത് അവിടെയുണ്ട്. അത് മാറിയിട്ടില്ല. മുറിവ് അവിടെ ഉണ്ടെന്ന്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനും മുറിവുണ്ടെന്നോ? യേസ്. എന്താ കാര്യം? ഈ മുറിവേ ഒരയോഗ്യതയല്ല, ഇത് ജയമെടുത്തതിൻ്റെ തെളിവാണ്. സിംഹമടയിൽ പോയ ഒരാടും ചിരിച്ചു വന്ന ചരിത്രമില്ലെങ്കിൽ ജയാളിയായതിൻ്റെ തെളിവാ ഈ മുറിവ്. ഒരു സൈനിക മേധാവിയുടെ, ഒരു മേലധികാരിയുടെ സ്റ്റാർ പോലെ വിലപിടിപ്പുള്ളതാ ഈ മുറിവ്.
ഇനിയും തെളിവാണോ? നമ്മുടെ സ്വന്തം തോമാച്ചന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞല്ലേ കർത്താവ് പറഞ്ഞ കുഞ്ഞെ ഞാനാ എന്ന് കുത്തി നോക്ക്, വിലാപ്പുറത്തും കയ്യിലും ഒക്കെ നോക്ക്, ഇതാ തെളിവ്, ഇതെൻ്റെ ഐഡൻറ്റിറ്റി, ഇതാ. എതിർ ക്രിസ്തുവിനില്ലാത്തതും യേശുവിനുള്ളതും ഈ മുറിവാണ്. ഈ മുറിവിൻ്റെ പ്രത്യേകത എന്താ? സ്വർഗത്തിലെത്തുമ്പോൾ ഇനി അബദ്ധവശ അങ്ങനെ തോന്നത്തില്ല. അങ്ങനെ തോന്നിയാലും അവൻ ആ കരമൊന്ന് ഉയർത്തിയാൽ എനിക്ക് മനസ്സിലാകും, നീ ഇവിടെ വരെ വന്നതേ നിന്റെ യോഗ്യതയല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. നമുക്ക് ആ മുറിവിനോട് നന്ദി പറയാം. ആ മുറിവ് സൃഷ്ടിക്കപ്പെടുമ്പോൾ അവൻ കാൽവരുടെ കൊലമരത്തിൽ കിടന്ന് ചോദിച്ചു, എന്നെ കൈവിട്ടതെന്ത്, എന്നെ കൈവിട്ടതെന്ത്, എന്നെ കൈവിട്ടതെന്ത്? ആ കൈവിട്ടതെന്തിനാ? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ആ ശിക്ഷയിൽ എനിക്കും നിനക്കും വീണ്ടെടുപ്പിൻ്റെ മൂല്യവത്തായ ഔഷധം അവൻ കരുതി വച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറയാറുണ്ട് ഒരു ഉദാഹരണം. പണ്ട് ഈ മാരകമായ റാബീസ് വിഷം, പേപ്പട്ടി വിഷബാധ, ആളുകൾ നിരവധി മരിക്കുമ്പോൾ ഗവേഷകനായ ലൂയി പാസ്റ്ററുടെ ഒരു സ്നേഹിതനും മരിച്ചു. അദ്ദേഹത്തോട് ഇത് കണ്ട് വിഷമം തോന്നി അദ്ദേഹത്തോട് മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, ഒരു വാക്സിൻ കണ്ടെത്തണം. പാസ്റ്റർ ഗവേഷണത്തിൽ മുഴുകി. താൻ നിരവധി കുതിരകളെ വളർത്തിയിരുന്നു പരീക്ഷണശാലയിൽ. വിദ്യാർത്ഥികളെ കൂട്ടി വരുത്തി ഒരു കുതിരയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ പേപ്പട്ടിയുടെ വിഷമെടുത്ത് ഒരു കുതിരയെ കുത്തുക. കുത്തി കുറേ അധികം കുതിരകളിൽ കുത്തി, അതൊക്കെ ചത്തുപോയി. ഒരു കുതിരയിൽ മാത്രം കുറഞ്ഞ അളവിൽ ഒരു വിഷം കുത്താൻ പറഞ്ഞു. അത് കുത്തി. കുതിരയ്ക്കൊരു കുഴപ്പമില്ല. ആ കുതിരയിൽ പിറ്റേ ദിവസം അല്പം കൂടെ കൂടിയ ഡോസ് കുത്താൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. അങ്ങനെ പലവട്ടം കുത്തി 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 ഒരു നിർണായക ദിവസം വന്നു. ഇനി പേടിക്കണം. കാരണം മറ്റു കുതിരകൾ ചാകാൻ ഹേതുവായ അളവിലെ വിഷം നാളെ കുത്തും. കുത്തി. കുതിര ചത്തില്ല. പാസ്റ്റർ കൈയടിച്ചു. വീണ്ടും നാളെ അതിനിർണായകം. ഇപ്പോൾ വരെ പ്രയോഗിച്ചതിൻ്റെ ഇരട്ടി ഡോസ് അടിക്കണം. കുത്തി. കുതിര ചത്തില്ല. പക്ഷെ ഒന്ന് ചിനച്ചു. എൻ്റെ കണ്ണിലൂടെ നീർച്ചാലുകളൊക്കെ ഒഴുകി. ഗവേഷകൻ വിട്ടില്ല. വീണ്ടും അടിക്കണം വിഷം. കുത്തി. ഇത്തവണ കുതിര വീണു. നിർത്തിയൊക്കെ. കുതിര പിടഞ്ഞു. അതിൻ്റെ നാവിലൂടെ നുരയും പതയും പുറത്തു വന്നു. ഹൈഡ്രോഫോബിയ, അതാണ് പേവിഷം ബാധിച്ചാൽ വെള്ളം കണ്ടാൽ ഭയം, ആ മാനസികാവസ്ഥ വരും. കുതിര കയ്യും കാലും വിട്ടടിച്ചു. ഭീകരമായ അവസ്ഥ. വാച്ച് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും. ശിഷ്യന്മാർ നോക്കി. ഒരു ദിവസം ഒരു ശിഷ്യൻ വന്നു പറഞ്ഞു, സർ ഒരു മാറ്റം. എന്താ അത്? ചത്തുവെന്ന് കരുതി ഒരു ചെറിയ ശ്വാസം മാത്രമുണ്ടായിരുന്ന കുതിര കൈയും കാലും ഇട്ട് അടിച്ചടിച്ചടിച്ച് ഒരു ജീവന്റെ ലക്ഷണം പ്രകടമാക്കുന്നു. വാ. എൻ്റെ ശരീരത്തിലേക്ക് കുറേ വെള്ളമൊഴിച്ചു. കുതിര ബുദ്ധിമുട്ടി നാവ് കൊണ്ട് ആ വെള്ളം ഇങ്ങനെ തോർത്തിയെടുത്തു. ലോയിപ്പാസ് പറഞ്ഞു, അതിനെ അല്പം മുതിരയും തിനയുമൊക്കെ തിന്നാൻ കൊടുക്ക്. തീറ്റ കൊടുത്തു. ആ പുല്ലൊക്കെ കൊടുത്തു. അത് തിന്നു. കുടിക്കാൻ വെള്ളം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അതിനൊന്ന് കുളിപ്പിച്ചു. അതിനെ വൃത്തിയാക്ക് ആക്കി. ശരീരത്തൽപ്പം എണ്ണ തടവി. അതിൻ്റെ പുറത്ത് കയറി ഒരാൾ ഈ ഗ്രൗണ്ടിലൂടെ ഒന്ന് ഓടിച്ചു. അത് ചിനച്ചു കുതിച്ച് ഇരട്ടി ശക്തിയോടെ തിരിച്ചു വന്നു. അദ്ദേഹം ഇങ്ങനെ കൈയടിച്ചു. കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. കുട്ടികൾ ചോദിച്ചു, എന്തിനാ ഞാൻ കൈയടിച്ചെന്ന് മനസ്സിലായോ? ഇല്ല സാർ. പറയാം. 10 മടങ്ങ് വീര്യമുള്ള വിഷം കുത്തിയിട്ടും മറ്റു കുതിരകൾ മരിച്ചു വീണ സ്ഥാനത്ത് ഈ കുതിര ചത്തില്ല. കാരണം മനസ്സിലായോ? ഇല്ല. ഇതിൻ്റെ പേരാ ആർജിത പ്രതിരോധ ശേഷി. അതിന് ആ കുതിരയെ കൊല്ലണം. കൊന്നിട്ട് അതിൻ്റെ രക്തം ശേഖരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് വാക്സിൻ വികസിപ്പിക്കണം. ഈ വാക്സിൻ കുത്തിവെച്ചാൽ
ഒരു റാബീസ് വിഷവും വന്ന് ഈ കുത്തേറ്റവൻ്റെ ശരീരത്തിൽ ഇനിയും വിഷയമുണ്ടാക്കാതെ ഒരു പ്രതിരോധത്തിൻ്റെ പുത്തൻ തത്വം നമ്മൾ ഈ ശരീരത്തിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കുക. ഒരു പ്രത്യേക ചികിത്സാ സംവിധാനം. മനസ്സിലാകുന്നു ദൈവമക്കൾക്ക്? ഇത് യഥാർത്ഥത്തിൽ നടന്ന സ്ഥലം എവിടെയാണെന്നറിയണ്ടേ? കാൽവരിയുടെ കൊലമരം. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ആ രക്തത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഒരു വാക്സിനുണ്ട്, രക്ഷ. അത് കരഗതമാക്കാത്ത ഒരാളെങ്കിലും ഈ രാത്രി ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ രക്ഷാകരണ പദ്ധതിക്ക് പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. ഇതാകുന്നു നിങ്ങളുടെ അവസരം. ഈ കർത്താവിന് ഹൃദയം കൊടുക്കുക, യേശുവിനെ അനുധാവനം ചെയ്യുക. എല്ലാ കണ്ണുകളോടച്ചട്ടെ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിയട്ടെ, സംശുദ്ധമായ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ പരമപിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പ് തന്ന പുത്രൻ്റെ മുമ്പാകെ നമിക്കുക, നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ പ്രയർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ രാത്രി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനെ, വചനം കേട്ടങ്ങയുടെ മക്കളുടെ മീതെ നിന്റെ ശക്തി ചൈതന്യങ്ങൾ വ്യാപരിക്കണം. പുത്തൻ ഉണർവോടെ, പുത്തൻ കൃപയോടെ നിന്നെ അനുധാവനം ചെയ്യുവാൻ ഈ വചനം കേട്ട ഏവരെയും സ്വർഗം തൊട്ടനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന ഇട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.